അടിമത്തം മാനവിക വിരുദ്ധവും ക്രൂരവുമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് അത് പൂർണ്ണമായിട്ട് നിരോധിക്കാൻ സാധിച്ചില്ല. പിന്നെ അമേരിക്കൻ പ്രസിഡൻ്റായ അബ്രഹാം ലിങ്കൺ അത് പുഷ്പം പോലെ നിരോധിക്കുകയും ചെയ്തു. ഇതൊരു യൂട്യൂബ് പ്രഭാഷണത്തിൽ നിന്നുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അടിമത്തം മാനുഷിക വിരുദ്ധമാണ്. ലോകത്താർക്കും അതിൽ സംശയവുമില്ല, തർക്കവുമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് ഈ ലോകത്ത് വന്ന് പ്രബോധനമെല്ലാം നടത്തിയിട്ടും അടിമത്തം നിരോധിച്ചില്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് വളരെ പുഷ്പം പോലെ അതങ്ങോട്ട് നിരോധിച്ച് കാണിച്ചു തന്നു. കേൾക്കാൻ രസകരമാണ്. അത്യാവശ്യത്തിന് അമേരിക്കൻ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള അതല്ലെങ്കിൽ അബ്രഹാം ലിങ്കണെക്കുറിച്ചൊക്കെ കേട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഈ കാര്യം അവർക്കറിയാം. അബ്രഹാം ലിങ്കൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അടിമത്തം നിരോധിച്ചു എന്നതാണ് എന്ന് കേട്ടവരും മനസ്സിലാക്കിയവരൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഇസ്ലാമിൻ്റെ പ്രവാചകൻ വന്നിട്ട് എന്തൊക്കെ കളിച്ചിട്ടും അടിമത്തം ഇവിടെ നിരോധിക്കാൻ പറ്റിയില്ല. അബ്രഹാം ലിങ്കൻ വന്നതോടുകൂടി എല്ലാം നിരോധിക്കാൻ സാധിച്ചു. അപ്പം പിന്നെ ദൈവത്തിൻ്റെ പ്രവാചകനേക്കാൾ ഏറ്റവും മികച്ച വ്യക്തി അബ്രഹാം ലിങ്കൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ മതബോധമുള്ള ചില ആളുകളുടെ മനസ്സിലെങ്കിലും മതത്തെക്കുറിച്ച് സംശയമുണ്ടാക്കാനും പ്രവാചകൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ആ പ്രവാചകനെ നിയോഗിച്ച ദൈവത്തെക്കുറിച്ചുമൊക്കെ ഒരുതരം തെറ്റിദ്ധാരണയുണ്ടാക്കാനൊക്കെ പര്യാപ്തമായ ഒരു പരാമർശമാണ് ഈ പരാമർശം. അപ്പോൾ അതൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യം തിരഞ്ഞെടുത്തിട്ട് സംസാരിക്കുന്നത്. ഈ ആക്ഷേപം എന്ന് പറയുന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമോഫോബിക്കായ ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമാണത്. അതിൻ്റെ ശൈലി തന്നെ അങ്ങനെയാണ്. മുഹമ്മദ് നബിയോടുള്ള കഠിനമായ ഒരു വിരോധം അയാൾക്കുണ്ട്. ഇസ്ലാമിനോട് തീർത്താൽ തീരാത്ത എന്തോ വിരോധം അയാൾക്കുണ്ട്. എന്നിട്ട് ആ വിരോധം മൊത്തം എല്ലാം കൂടി അടിച്ചു തീർക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ആളുകൾ, ഇസ്ലാമിക വിരോധം തലക്ക് കയറിയിട്ടുള്ള ആളുകളോട് നമ്മൾ എത്ര തന്നെ മറുപടി പറഞ്ഞാലും മിക്കവാറും അത് ഫലിക്കില്ല എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തലക്ക് പിടിച്ച ആളുകളാണെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മൾ എന്തൊക്കെ സത്യസന്ധമായി ഉത്തരം പറയാൻ ശ്രമിച്ചാലും അതൊന്നും യേശുവില്ല, അവരത് അംഗീകരിക്കില്ല. മാത്രമല്ല, ആക്ഷേപത്തിന് മറുപടി കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഇത്തരക്കാർ ആക്ഷേപം ഉന്നയിക്കുന്നത്. അവർക്ക് അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം സമൂഹത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കുറേ ആക്ഷേപം ഉന്നയിക്കുക. അതിൻ്റെ മറുപടിയൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല, അത് കേൾക്കുകയില്ല, കേൾക്കാൻ നിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യം ഉന്നയിക്കുന്നവരോ ആക്ഷേപം ഉന്നയിക്കുന്നവരോ നന്നാവും എന്ന് വിചാരിച്ചിട്ടല്ല നമ്മളിങ്ങനെ ഇതിൻ്റെ ഒരു വിശദീകരണത്തിന് മുതിരുന്നത്. നേരെ മറിച്ച് അറിവിനോടും സത്യത്തോടും പ്രതിബദ്ധതയുള്ള ആളുകൾ സമൂഹത്തിലുണ്ട്. അതോടൊപ്പം ഇന്റലക്ച്വൽ ഹോണസ്റ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ബൗദ്ധിക സത്യസന്ധത. അവനവൻ്റെ മനസ്സിനോട് അവനവൻ്റെ ചിന്തകളോടെങ്കിലും സത്യസന്ധത പുലർത്താൻ താല്പര്യമുള്ള ചില ആളുകൾ, അവർക്ക് ഒരു പക്ഷേ നമ്മൾ വല്ലതും വിശദീകരിക്കുകയോ വല്ലതും മനസ്സിലാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകും. ഒരു പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച തരത്തിലുള്ള വിമർശകരുടെ വിമർശനമൊക്കെ കേട്ട് ആഹാ, ഇസ്ലാം ഇത്രയും മോശമാണല്ലേ, മുഹമ്മദ് നബി ഇത്രയും കൊള്ളരുതാത്തവനായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോയ കുറേ ആളുകളുണ്ടാകാം. ഈ ആളുകൾക്ക് ഒരു പക്ഷേ നമ്മളെന്തെങ്കിലും ഒരു വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റാനും ഒക്കെ സാധ്യതയുണ്ട്. അത് മാത്രം ലക്ഷ്യം വെച്ചാണ് നമ്മൾ ഈ ഒരു വിശദീകരണം ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദീകരണത്തിന് മുമ്പ് ചോദ്യത്തെ നമുക്ക് രണ്ട് പാർട്ടാക്കിയിട്ട് തിരിക്കണം. നീണ്ട ചോദ്യമാണല്ല, ആ ചോദ്യത്തിൽ ഉത്തരം പറയേണ്ട, ആൻസർ കണ്ടെത്തേണ്ട രണ്ട് പാർട്ടുകളുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി ഈ ലോകത്ത് വന്നു, ഒരുപാട് പ്രവർത്തിച്ചു, പക്ഷേ അടിമത്തം നിരോധിക്കാൻ കഴിഞ്ഞില്ല. അത് ഒരു ഭാഗമാണ്. രണ്ടാമത്തേത്, അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കൻ മുഹമ്മദ് നബിക്ക് പോലും കഴിയാത്ത ആ സാധനം വളരെ പുഷ്പം പോലെ സാധിച്ചെടുത്തു. ഈ രണ്ട് പാർട്ട് രണ്ടായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് നബിക്ക് അടിമത്തം നിരോധിക്കാൻ കഴിഞ്ഞില്ല.
എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം സത്യസന്ധമാണ് എന്നതാണ് നമ്മൾ അറിയേണ്ടത്. കഴിഞ്ഞുവോ കഴിഞ്ഞില്ലയോ? അബ്രഹാം ലിങ്കൻ ഏതൊരു അടിമത്തമായിരുന്നുവോ അമേരിക്കയിൽ നിരോധിച്ചത്, ആ അടിമത്തത്തിന്റെ അടിവേരറുത്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ആ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഈ അബ്രഹാം ലിങ്കൻ നിരോധിച്ചു എന്ന് പറഞ്ഞ ഈ അടിമത്തം എന്തായിരുന്നു? അബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അമേരിക്കയിൽ 40 ലക്ഷം അടിമകളുണ്ടായിരുന്നു. 40 ലക്ഷം അടിമകളുള്ള ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ടാണ് ഇയാൾ കടന്നു വന്നത്. ആയിക്കോട്ടെ, അദ്ദേഹം നിരോധിച്ചത് എന്താണ് എന്നൊക്കെ പറയണതിന് മുമ്പ് എങ്ങനെയാണ് 40 ലക്ഷം അടിമകൾ അമേരിക്കയിൽ വന്നത്? അവര് അവിടത്തുകാരല്ല. അടിമ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് പോലെ തന്നെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന 40 ലക്ഷം അടിമകളും നീഗ്രോകളായിരുന്നു, കറുത്ത വർഗക്കാർ. ബ്ലാക്ക് അമേരിക്കൻസ് എന്നായിരുന്നു അവരുടെ പേര്, ബ്ലാക്ക് അമേരിക്കൻസ്. യഥാർത്ഥത്തിൽ അവർ അമേരിക്കക്കാരല്ല. അവർ മറ്റേതോ രാജ്യത്ത് നിന്ന് ഇവിടത്തേക്ക് കൊണ്ടുവരപ്പെട്ടവരാണ്. ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കിയതിനനുസരിച്ച് എവിടെയാണ് ഈ ബ്ലാക്ക് ആയ ആൾക്കാരുള്ളത്? നീഗ്രോസ് എവിടെയുള്ളത്? ആഫ്രിക്കയിലാണ് നീഗ്രോസ് ഉള്ളത്. ആഫ്രിക്കയിൽ അത് അവരുടെ ഒരു ഭൂഖണ്ഡമാണ്. അവിടെ അവർ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്വസ്ഥമായി ആഫ്രിക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നീഗ്രോകൾ അടിമകളായിട്ട് എങ്ങനെയാണ് വളരെ ദൂരത്ത് കിടക്കുന്ന അമേരിക്കയിൽ എത്തിച്ചേർന്നത്? സ്വയമായിട്ടാരും വന്നതാകാൻ ഒരു സാധ്യതയില്ല. ഞാൻ അടിമയായിട്ട് ഇവിടെ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആഫ്രിക്കയിൽ നിന്ന് ഏതെങ്കിലും ഒരു നീഗ്രോ അമേരിക്കയിൽ വന്നതാകാൻ സാധ്യതയില്ലല്ലോ. അതിന് ഒരു പശ്ചാത്തലമുണ്ട്. എങ്ങനെയാണ് അടിമകൾ അമേരിക്കയിൽ എത്തിയത്? അതറിയണമെങ്കിൽ ഇത്തിരി നമ്മൾ പുറകോട്ട് ചരിത്രത്തിലേക്ക് പോകണം. ഏതാണ്ട് 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ചരിത്രത്തിൽ നീണ്ടു നിന്നിരുന്ന അടിമ വ്യാപാരത്തെക്കുറിച്ച്, അടിമ കച്ചവടത്തെക്കുറിച്ച് ഒരു ചരിത്രം നമ്മൾ പഠിക്കണം. 3 നൂറ്റാണ്ട് കാലം. അതിനു മുമ്പ് ഇല്ല എന്നൊന്നുമല്ല അർത്ഥം. ഏറ്റവും വ്യാപകമായി യൂറോപ്യരായ ആളുകൾ അവരുടെ നാട്ടിൽ വലിയ കമ്പനികൾ ഉണ്ടാക്കുന്നു. ഇപ്പോ നമ്മുടെ നാട്ടിൽ കമ്പനികളില്ലേ? പലതരം കമ്പനികളുണ്ട്. പലരും ഷെയർ എടുത്തുകൊണ്ട് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നു. അതുപോലെ അക്കാലത്ത് യൂറോപ്പിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ബിസിനസ് സംരംഭമായിരുന്നു അടിമക്കച്ചവടം. കുറെ ആളുകൾ ചേർന്ന് ഷെയർ എടുത്ത് ഒരു കമ്പനി ഉണ്ടാക്കുന്നു. ആ കമ്പനി കപ്പൽ വാങ്ങുന്നു. കപ്പൽ വാങ്ങിച്ച് അവർ നേരെ യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോകും. ആയുധങ്ങളും എല്ലാം ഉണ്ടാവും, വാളും കുന്തവും തോക്കും എല്ലാ സാധനവുമായിട്ട് അവരങ്ങ് ആഫ്രിക്കയിലേക്ക് പോവുക ചെയ്യുക. ആഫ്രിക്കയിൽ പോയിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ തല്ലിയും കാലൊടിച്ചും കൈയൊടിച്ചും തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടും പല രൂപത്തില് മർദ്ദിച്ചവശരാക്കിയുമൊക്കെ കെട്ടി കപ്പലിലിട്ട് പിടിച്ചുകൊണ്ടുവരും. കാട്ടിൽ പോയിട്ട് മൃഗങ്ങളെ വേട്ടയാടുന്ന ഒരു ശീലം നേരത്തെ ഉണ്ടായിരുന്നല്ലോ മനുഷ്യന്മാർക്ക്. ഇതേപോലെ യൂറോപ്യരായ വെള്ളക്കാരൻ ആഫ്രിക്കയിൽ പോവുക, എന്നിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കറുത്ത ആളുകളെ കാട്ടിൽ പോയിട്ട് സാധാരണ വേട്ടക്കാർ മൃഗങ്ങളെ വേട്ടയാടുന്നത് പോലെ വേട്ടയാടി ജീവനോടെ പിടിച്ചുകൊണ്ട് വരും. പിടിച്ചു കൊണ്ടുവന്നിട്ട് നേരെ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അവിടെ മാത്രമല്ല, വേറെ പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. അവർക്ക് കച്ചവട കേന്ദ്രങ്ങൾ പലതുമുണ്ട്. അമേരിക്ക അതിൻ്റെ നല്ല എന്തായിരുന്നു? ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. ഇത് ഒരു വലിയ ചരിത്രമാണ്. അമേരിക്കയിൽ അടിമകൾ ഉണ്ടായത് എങ്ങനെ എന്നതിൻ്റെ ഒരു ചരിത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ടാവും ചരിത്രത്തിൽ. അടിമക്കച്ചവടമാണ് 16 മുതൽ 19-ാം നൂറ്റാണ്ട് വരെ തുടർച്ചയായിട്ട് ലോകത്ത് നിലനിന്നിരുന്ന. വെള്ളക്കാരൻ അതിക്രൂരമായി വേട്ടയാടി കറുത്ത വർഗക്കാരനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ലോകത്തിലെ വിവിധ വ്യാപാര കേന്ദ്രങ്ങളിൽ, ചന്തകളിൽ കൊണ്ടുപോയി പൈസക്ക് വിൽപ്പന നടത്തുകയും എന്നിട്ട് ആ പണം കൊണ്ട് ജീവിക്കുകയും ചെയ്തിരുന്ന വെള്ളക്കാർ. അവരാണ് ഇത്രയും അടിമകളെ അമേരിക്കയിൽ എത്തിച്ചത്. അതല്ലാതെ അടിമയിൽ കറുത്ത വർഗക്കാർ ജനിച്ചിട്ടുണ്ടായതൊന്നുമല്ല. പക്ഷെ 300 കൊല്ലക്കാലത്തെ ചരിത്രമുണ്ട് എന്നതുകൊണ്ട് ഈ 300 കൊല്ലത്തിനിടയിൽ അടിമകൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവും, അവരവിടെ പിറന്നിട്ടുണ്ടാവും, അതൊക്കെ ശരിയാണ്. എന്നാൽ പോലും ഇതിന്റെ തുടക്കം എന്നത് മനുഷ്യനെ വേട്ടയാടി കൊണ്ടുവന്ന് വിൽക്കുന്ന സമ്പ്രദായത്തിൽ നിന്നാണ് ഇതുണ്ടായത്. ഒരു കപ്പലിൽ ചരക്കെത്തിക്കഴിഞ്ഞാൽ
ചരക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ചരക്കല്ല, ഈ അടിമകളെ പിടിച്ചു കൊണ്ടുവന്നാൽ ചരക്കെത്തും. 400 അടിമകൾ, 500 അടിമകൾ, 350 അടിമകൾ ഒക്കെ ഒരു കപ്പലുണ്ടാവും ഒരു വരവിന്. വന്നു കഴിഞ്ഞാൽ വലിയ നോട്ടീസ് പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യും. വളരെ പെട്ടെന്ന് ഓഫർ വരുന്നില്ലേ, വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ ഓഫർ പത്രത്തിൽ വരൂല്ലേ, പത്രത്തിൽ വരും. അവർ പ്രത്യേക നോട്ടീസാക്കി അടിച്ച് പത്രത്തിന്റെ കൂടെ നമ്മളെ വീടുകളിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. ഇതുപോലെ ഓഫർ വെച്ചിട്ടുള്ള പരസ്യങ്ങൾ വിടും. ആ പരസ്യത്തിന്റെ നോട്ടീസുകളിൽ ഇതാ, ഇത്ര നീഗ്രോകൾ എത്തിക്കഴിഞ്ഞു ഇന്ന മാർക്കറ്റിൽ, പുരുഷന്മാർ ഇത്ര, കുട്ടികൾ ഇത്ര, സ്ത്രീകൾ ഇത്ര, പെൺകുട്ടികൾ ഇത്ര, അതിന്റെ വില ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഉടൻ വരുവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസ് അടിച്ച് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോ അടിമകളെ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ചരക്ക് കപ്പലിനടുത്തേക്കോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കേന്ദ്രത്തിലേക്കോ ചെല്ലുന്നു. അവർ ചോദിക്കുന്ന കാശ് കൊടുത്ത് മനുഷ്യനെ വാങ്ങുന്നു. പിന്നെ കെട്ടിവലിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ ഇയാൾ ഈ കാശ് മുടക്കിയ മുതലാളി, അയാളുടെ പേര് പിന്നെ എന്താ, ഉടമയെന്നോ യജമാനനെന്നോ എന്നൊക്കെ വിളിക്കണം. ആ യജമാനന്റെ കീഴിൽ നിർബന്ധിത തൊഴിൽ ചെയ്തോളാം. വേറെ യാതൊരു മാർഗമില്ല, രക്ഷപ്പെടാനൊന്നും വഴിയില്ല, കഴിയില്ല. ഇങ്ങനെയാണ് 40 ലക്ഷത്തോളം അടിമകളെ അമേരിക്കക്കാരനുണ്ടാക്കിയത്. ഈ അടിമകളിൽ അടിമത്ത നിരോധനം വരുത്തി എന്നാണ് ഈ വലിയ കാര്യമായിട്ട് പറയണത്. അവിടത്തേക്ക് നമുക്ക് വരാം. ഇങ്ങനെയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അടിമകൾ ഉണ്ടായത്. അടിമക്കച്ചവടക്കാർ വെള്ളക്കാരായിരുന്നു. പോർച്ചുഗൽ, ഡച്ച് തുടങ്ങിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിൽ തുടങ്ങി, സ്പെയിൻകാര്, യൂറോപ്പിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാർ, പിന്നെ അമേരിക്കക്കാരും എല്ലാവരും അടിമക്കച്ചവടക്കാരാ. കപ്പൽ വാങ്ങുക, നേരെ ആഫ്രിക്കയിൽ പോവുക, മനുഷ്യന്മാരെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരിക, സെയിൽ ചെയ്യുക. ഇതായിരുന്നു വലിയൊരു ബിസിനസ് ഒരു കാലത്ത്. ലിങ്കൺ ജനിക്കുന്നതിന് 1200 കൊല്ലം മുമ്പാണ് മുഹമ്മദ് നബി മക്കയിൽ വന്നത്. മക്കയിൽ വന്ന് നോക്കുമ്പോൾ അവിടെ അടിമത്തമുണ്ട്. അവിടുത്തെ അടിമയാര് തന്നെയാ? വെളുത്തവരാ? അല്ല, ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കറുത്ത ആൾക്കാർ തന്നെയാണ്. അറേബ്യയിൽ ഇവിടെ കറുത്തവർ ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആരാ? നീഗ്രോസ് ആണ്. ആഫ്രിക്കയിൽ കിടക്കുന്ന നീഗ്രോസ് എങ്ങനെ ഇവിടെ എത്തിയത്? ഇതുപോലെ തന്നെ അടിമക്കച്ചവടം വഴി അവരെ പോയി പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നിട്ട് മാർക്കറ്റ്, യൂറോപ്യന്മാരുടെ മാർക്കറ്റിൽപ്പെട്ട ഒരു സ്ഥലം തന്നെയായിരുന്നു അറബ് നാടുകളും. എല്ലായിടത്തും വിൽപ്പന ജോറായിരുന്നു അവരുടെ. അവർ കൊണ്ടുവന്നിട്ട് വിൽക്കുക ചെയ്യുക. അങ്ങനെയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, എല്ലാ എന്ന് പറയണില്ല, ഇന്ത്യ ഉൾപ്പെടെ ചില രാജ്യങ്ങളൊക്കെ ചില വ്യത്യാസം ഉണ്ടാവും, എന്നാൽ പോലും മിക്കവാറും ഭാഗങ്ങളിൽ അടിമകളെ സപ്ലൈ ചെയ്യുന്ന ജോലിയായിരുന്നു വെള്ളക്കാർക്ക് ഉണ്ടായിരുന്നത്. മുഹമ്മദ് നബി വന്ന് നോക്കുമ്പോൾ അവിടെ അടിമകളുണ്ട്, അതിനെ വിൽപ്പനയുണ്ട്, വാങ്ങലുണ്ട്, പലതും നടത്തുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് ഇത് നിലനിൽക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഏറ്റവും പുതിയ ഈ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്നൊക്കെ പറയുന്നത് 3 നൂറ്റാണ്ട് കാലം നീണ്ടു എന്ന് നമ്മൾ പറയാം, 16-ാം നൂറ്റാണ്ട് മുതൽ. പക്ഷെ അതിൻ്റെയൊക്കെ എത്രയോ മുമ്പാണ് മുഹമ്മദ് നബി വന്നത്. അദ്ദേഹം 7-ാം നൂറ്റാണ്ടിലാണ് പ്രബോധനം ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറെ കാലം കഴിഞ്ഞല്ലോ. അപ്പൊ അന്ന് തന്നെ അവിടെയൊക്കെ എന്തുണ്ട്? അടിമകളുണ്ട്. ഒരുപാട് കാലമായിട്ട് അടിമകളുണ്ട്. ആളുകൾ കാശ് കൊടുത്ത് മേടിച്ചിട്ട് അതവർക്കൊരു തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല, അവരത് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധനത്തിന്റെ മധ്യത്തിൽ വെച്ച് അടിമത്തത്തിന്റെ അടിവേരറുത്തു. അത് ആദ്യത്തെ സ്റ്റെപ്പാണ്. അടിവേരറക്കുക എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? അടിമത്തം ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? ഉറവയടക്കണം, അവിടെ നിന്ന് പിന്നെ വരാൻ പാടില്ല. അതാണ് പ്രാക്ടിക്കൽ. ഉള്ളവരെ നമ്മൾ എന്തോ ചെയ്തിട്ട് കാര്യമില്ല, ഇത് കപ്പലിൽ കയറ്റിയിട്ട് പിന്നെയും വരും. അതിനെന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഉറവ എവിടെയാണോ, അതിന്റെ വേരെവിടെയാണോ അത് മുറിച്ചു കളയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്, സ്വതന്ത്രരായ മനുഷ്യരെ അടിമകളാക്കാനോ വിൽപ്പന നടത്താനോ പാടില്ല. ആരെങ്കിലും മനുഷ്യരെ വിൽപ്പന നടത്തി അതിൻ്റെ വില ഭക്ഷിക്കുന്നുവെങ്കിൽ അവൻ പരലോകത്ത് നഷ്ടക്കാരനായിരിക്കും. ഖുദ്സിയായ ഹദീസ് പറയുന്നുണ്ട്, ഇത്തരം വിഭാഗം ആളുകൾക്ക് പരലോകത്ത് ഞാൻ എതിരായി സാക്ഷി നിൽക്കും. ബുഖാരിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതോടെന്താ സംഭവിക്കണമെന്നറിയാം? ഉറവ അടഞ്ഞു പോവാണ്. ഇനി കപ്പലും കൊണ്ട് പോയിട്ട് കറുത്ത വർഗക്കാരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് വിൽക്കാൻ പറ്റില്ല. ആ കവാടം അടയ്ക്കുന്നതോടുകൂടി അടിമകൾ ഉണ്ടാകാനുള്ള മാർഗം അടഞ്ഞു. ഇനി പുതിയ അടിമ വരില്ല. ഇസ്ലാമിക് സൊസൈറ്റിയിലേക്ക് പുതിയ അടിമ വരില്ല.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സ്വതന്ത്രരായി ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. അവരെ പോയിട്ട് എന്താണ് പിടിച്ചു കെട്ടി കൊണ്ടുവരുന്നതാണ്. സ്വതന്ത്രരെ പിടിച്ചു കെട്ടി കൊണ്ടുവരാൻ പാടില്ല, അടിമയാക്കാൻ പാടില്ല, വിൽക്കാനും പാടില്ല, കിട്ടിയ കാശ് ഉപയോഗിക്കാനും പാടില്ല. കംപ്ലീറ്റ് നിരോധിച്ചു. ഇതേതാ കാലം? ലിങ്കൺ ജനിക്കുന്നതിന് 1200 കൊല്ലം മുമ്പ്. ഇനി എന്താ നോക്കണ്ടേ? പുതിയ അടിമ ഇനി വരൂല്ല. പക്ഷേ നേരത്തെ വന്നവരുണ്ടല്ലോ, കുറേ കുടുംബങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന കുറേ അടിമകൾ ഉണ്ടാവില്ലേ, അവരെ എന്തു ചെയ്യും? പലതും ചെയ്യാം. ചില വിമർശകർ പറഞ്ഞ മാതിരി അബ്രഹാം ലിങ്കൻ ചെയ്ത പോലെ ഒരൊറ്റ അടിക്ക് എന്താകുക, നിരോധിക്കുക, ഒരു ശാസന പുറപ്പെടുവിക്കുക. നാളെ മുതൽ എല്ലാ അടിമകളും സ്വതന്ത്രരാണ്, എല്ലാവരും പോയിക്കോളി എന്ന് പറഞ്ഞാൽ മതി. ഒറ്റയടിക്ക് എന്താകാം, നിരോധിക്കാം. അതല്ലാതെയും ചെയ്യാം. മുഹമ്മദ് നബി ഒറ്റയടിക്ക് നിരോധിച്ചില്ല. അത് മോശമായി പോയെന്ന് ചിലർക്ക് ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെ ചെയ്യണമായിരുന്നു. നാളെ മുതൽ ഒരൊറ്റ അടിമയെയും കാണാൻ പാടില്ല, ഒരടിമയും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് ഒറ്റയടിക്ക് നിരോധിക്കാമായിരുന്നു. നിരോധിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അബ്രഹാം ലിങ്കന്റെ കഥ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് നബി അത് ചെയ്തില്ല, ഒറ്റയടിക്ക് നിരോധിച്ചില്ല. അല്പാൽപമായി നിരോധിക്കാനുള്ള കുറേ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അടിമത്തം നിരോധിക്കണമെങ്കിൽ സാമൂഹികമായി ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അടിമ ജീവിക്കുന്ന സമൂഹത്തിലെ മുതലാളിമാര്, ഉടമകള് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അവരുടെയൊക്കെ മാനസികമായി സാമൂഹികമായി ഒരുപാട് പരിവർത്തനങ്ങൾ വരണം. അടിമകൾക്ക് തന്നെയും മാനസിക സാമൂഹികമായി പരിവർത്തനങ്ങൾ വിധേയമാകണം. അതിനുശേഷം നിരോധിച്ചാലേ നിരോധനം ഫലപ്രദമാവുകയുള്ളൂ. അത് അമേരിക്കൻ നിരോധനത്തിന്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ ഞാൻ സൂചിപ്പിക്കാം. അതല്ലെങ്കിൽ നടക്കില്ല. അതിനുള്ള എല്ലാ പദ്ധതികളും അത് നമ്മൾ ഓരോന്നോരോന്നായി വെച്ചു നോക്കിയാൽ ലോകത്തിൽ ഏറ്റവും ശാസ്ത്രീയമായ മാർഗത്തിലൂടെ അടിമത്തം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. മുഹമ്മദ് നബി നിരോധിച്ചില്ല എന്ന് പറയുന്നത് ഒരു നുണയാണ്. നിരോധിച്ചു, അടിവേര് അറുത്തിട്ടു. ഉള്ളവരെ എങ്ങനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാം എന്നതിന് കൃത്യമായ പദ്ധതികൾ അദ്ദേഹം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് രണ്ടും പൂർത്തിയാകുന്നതോടുകൂടി സമൂഹത്തിൽ നിന്ന് അടിമകൾ ഇല്ലാതെയാകും. പക്ഷേ പെട്ടെന്നുള്ള നിരോധം ആയിരുന്നില്ല. ഒറ്റ ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ അടിമകളെ നിങ്ങളെല്ലാവരും വന്ന സ്ഥലത്തേക്ക് തന്നെ പോയിക്കോളൂ എന്ന് പറയണ നിരോധനം ആയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആക്ഷേപകന്മാർ പറയുന്ന അല്ലെങ്കിൽ ചോദ്യകർത്താക്കൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ 1-ാം ഭാഗം ശരിക്കു പറഞ്ഞാൽ ശുദ്ധമായ ഒരു കളവ. മുഹമ്മദ് നബി അങ്ങനെ ചെയ്തില്ല എന്ന് പറയുന്നത് തെറ്റാ. മുഹമ്മദ് നബി ചെയ്തു, പലതും ചെയ്തു. വിവിധ രൂപത്തിൽ അടിമത്തം നിരോധിക്കാനുള്ള പദ്ധതികൾ അദ്ദേഹം ആസൂത്രണം ചെയ്തു. പക്ഷെ ഇവരൊന്നും വിചാരിക്കുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ടെന്തായില്ല, നിരോധിച്ചില്ല. അത് നമ്മളും സംഭവിക്കുന്നു. അതെന്തുകൊണ്ട് എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കി തരാം. ഇനി 2-ാമത്തെ പാർട്ടിലേക്ക് വരാം നമുക്ക്. അബ്രഹാം ലിങ്കൻ വളരെ പുഷ്പം പോലെ എന്തു ചെയ്തു, അതങ്ങ് ഒറ്റ ദിവസം കൊണ്ട് നിരോധിച്ചു. അതുകൊണ്ട് അയാൾ മഹാനാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടെന്ന് തോന്നുന്നു സമൂഹത്തിൽ ഇപ്പോൾ. പുഷ്പം പോലെ വളരെ എളുപ്പത്തിൽ, അല്ലേ, വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്തു, അദ്ദേഹം അത് നിരോധിച്ചു എന്നാണ് പറയണത്. അപ്പോ എളുപ്പത്തിലാണ് നിരോധിച്ചത്, വളരെ സരളവും ലളിതവുമായി കൊണ്ട് നിരോധിച്ചു. യഥാർത്ഥത്തിൽ അബ്രഹാം ലിങ്കൻ അടിമത്തം നിരോധിച്ചത് പുഷ്പം പോലെ ആയിരുന്നു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ച അമേരിക്കയിൽ? അങ്ങനെ അടിമത്ത നിരോധനം ഉണ്ടായോ? ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണത് സംഭവിച്ചത്? അതിന് കുറെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. മറ്റൊന്ന്, കുറച്ച് ഡാറ്റാസ് നമ്മുടെ കയ്യിൽ, കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സും കുറച്ച് ഡാറ്റാസും ഒക്കെ നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് 2 പുസ്തകങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ്, അതിലെ ഡാറ്റകളും ചരിത്ര വസ്തുതകളും മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാർട്ട് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഖ്യാതനായ അമേരിക്കൻ ചരിത്രകാരൻ CP ഹിൽ എന്ന പേരിലൊരു ചരിത്രകാരനുണ്ട്, ചാൾസ് പീറ്റർ ഹിൽ. അദ്ദേഹത്തിൻ്റെ A History of the United States എന്ന പേരിലൊരു ചരിത്ര ഗ്രന്ഥമുണ്ട്. അമേരിക്കയുടെ മൊത്തം, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ മൊത്തം ചരിത്രം വിവരിക്കുന്ന ഒരു പുസ്തകം. അത് നമുക്ക് ആവശ്യമുണ്ട്. 2-ാമത്തേത്, അമേരിക്കയിലെ തന്നെ കണക്റ്റിക്കറ്റ് കോളേജിലെ ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജിം ഡൗൺസ്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, സിക്ക് ഫ്രം ഫ്രീഡം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ഈ പുസ്തകവും നമുക്ക് ആവശ്യമുണ്ട്. ഇത് 2 മുമ്പിൽ വെച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയും അബ്രഹാം ലിങ്കനും അടിമയും അടിമത്ത നിരോധനവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് വായിച്ചാൽ നല്ലതായിരിക്കും.
അതോടൊപ്പം തന്നെ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാലഘട്ടമുണ്ട്. 1863 ജനുവരി 1 അന്നാണ് എബ്രഹാം ലിങ്കൻ അടിമത്ത വിമോചന പത്രത്തിൽ ഒപ്പുവെച്ച് അത് പാസ്സാക്കിയത്. പുഷ്പം പോലെ ചെയ്തു എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ 1863 അടിമ വിമോചനം, ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ എന്ന പദ ആണ് സാധാരണഗതിയിൽ അതിന് ഉപയോഗിക്കുക. അമേരിക്കൻ ചരിത്രത്തിൽ എല്ലായിടത്തും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ അമേരിക്കയിൽ നടന്നത് 1863 ജനുവരി 1 ആയിരുന്നു. ലിങ്കൺ അതിൽ ഒപ്പിടുന്നതോടുകൂടി അടിമ വിമോചനം സ്റ്റാർട്ടായി എന്നാണ് സാധാരണ പറയണത്. അപ്പോൾ ചോദിക്കട്ടെ, കഴിഞ്ഞ 3 നൂറ്റാണ്ടായിട്ടോ 4 നൂറ്റാണ്ടായിട്ടോ നടന്നുകൊണ്ടിരിക്കുന്ന അടിമ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് മാത്രം അടിമകൾ അമേരിക്കയിൽ നിറഞ്ഞു. നമ്മൾ പറഞ്ഞ കണക്കനുസരിച്ച് 40 ലക്ഷം അടിമകളുണ്ട്. ഇവരെ ഒരു സുപ്രഭാതത്തിൽ അബ്രഹാം ലിങ്കൺ വന്ന് ഒരു പേപ്പറിൽ ഒപ്പിട്ടിട്ട് നാളെ മുതൽ നിങ്ങളൊക്കെ പൊയ്ക്കോളി എന്ന് പറയണമെങ്കിൽ വെറുതെ പറയോ? അതിൻ്റെ ഒരു പശ്ചാത്തലമൊന്നും ഉണ്ടാവില്ലേ? എന്തായിരിക്കും അതിൻ്റെ കാരണം? ഏതു സാഹചര്യത്തിലാണ് അടിമത്ത നിരോധനം നടത്തേണ്ടി വന്നത്? ആ സാഹചര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്ക 2 എണ്ണമാണ്, അതറിയാലോ. തെക്കൻ അമേരിക്കൻ സ്റ്റേറ്റുകളും വടക്കൻ അമേരിക്കൻ സ്റ്റേറ്റുകളും. അങ്ങനെ 2 വിഭാഗമാണ്. വടക്കൻ അമേരിക്കക്കാർ വ്യവസായികളാണ്. അവർക്ക് ഫാക്ടറികളുണ്ട്, കമ്പനികളുണ്ട്. അവർ പലതരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് പല സ്ഥലത്തേക്കും കയറ്റുമതി ചെയ്ത് ജീവിക്കുകയാണ്. അതായിരുന്നു അവരുടെ വരുമാന മാർഗം. അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങൾ വ്യാവസായിക സംസ്ഥാനങ്ങളല്ല, കാർഷിക സംസ്ഥാനങ്ങളാണ്. അവർ കാർഷിക വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചിരുന്നത് കോട്ടൺ, ഈ പരുത്തി എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് തുണി ഉണ്ടാക്കുക, അങ്ങനെ പലതും പറ്റുമല്ലോ. അപ്പോൾ പരുത്തി പോലെയുള്ള പലതരം കൃഷികൾ ചെയ്ത് ജീവിക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു തെക്കൻ സ്റ്റേറ്റിൽ ജീവിച്ചിരുന്ന ആളുകൾ. ഈ തെക്കൻ സ്റ്റേറ്റിൽ കൃഷി ചെയ്യാൻ തൊഴിലാളികൾ ആവശ്യമുണ്ട്. തൊഴിലാളികൾ മുഴുവനും അടിമകളായിരുന്നു. വടക്കൻ സ്റ്റേറ്റിൽ ഫാക്ടറികളും കമ്പനികളുമാണ്. കമ്പനിയും ഫാക്ടറിയും പ്രവർത്തിപ്പിക്കാൻ അടിമകൾ പറ്റില്ല. കാരണം അതിന് വിവരം വേണം. ഫാക്ടറി പ്രവർത്തിപ്പിക്കണമെങ്കിൽ, കമ്പനി നടത്തണമെങ്കിൽ അതിന് സാങ്കേതിക ജ്ഞാനമുള്ള, മെഷീനറി വർക്ക് ചെയ്യിക്കാനൊക്കെ അറിവുള്ള, ടെക്നിക്കലി സ്കില്ലുള്ള ആളുകളാണ് വേണ്ടത്. അടിമകൾ ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകെട്ടി കൊണ്ടുവരുന്നവരാണ്. അവർക്ക് ആ സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇല്ല. മറ്റൊന്ന്, ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വേറെ നാട്ടിൽ കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തണം. ഫോറിൻ ട്രേഡാണ്. ഫോറിൻ ട്രേഡിന് ഒരു അടിമനെ നിശ്ചയിക്കാൻ പറ്റുമോ? നീ പോയി കച്ചവടം നടത്തിയിട്ട് വാന്ന് പറയാൻ? അത് അത്യാവശ്യം ഫോറിൻ ട്രേഡ് പഠിച്ചവനെ അതിന് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വടക്കൻ സംസ്ഥാനത്തിൽ അടിമകളില്ല, അവർക്ക് വേണ്ടായിരുന്നു. അവർക്കത് നഷ്ടവുമാണ്. എന്നാൽ തെക്കൻ സ്റ്റേറ്റുകൾ സാമ്പത്തികമായി കുറച്ച് മുന്നിലായിരുന്നു. കർഷക സ്റ്റേറ്റുകളായിരുന്നാലും വടക്കൻ സ്റ്റേറ്റുകളെക്കാൾ സാമ്പത്തികമായി കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലുള്ളവരായിരുന്നു തെക്കൻ സ്റ്റേറ്റുകൾ. കാരണം അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് വില കൂട്ടിയിട്ടൊക്കെയാണ് വിൽക്കുക. മറ്റവരുടെ നാട്ടിൽ ഉൽപ്പന്നം ഇല്ല, അല്ല കാർഷിക വിളകളൊന്നും ഇല്ലല്ല. ഇവർ പറയുന്ന കാശ് കൊടുത്തുണ്ടാക്കണം, അത് വാങ്ങിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി കുറച്ച് മെച്ചമുള്ള വിഭാഗമായിരുന്നു തെക്കൻ സ്റ്റേറ്റുകൾ. ഈ 2 സ്റ്റേറ്റിന്റെ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി കഥ മുന്നോട്ട് പോവുള്ളൂ. വടക്കൻ സ്റ്റേറ്റുകാർക്ക് തെക്കൻ സ്റ്റേറ്റുകാരോട് എന്തോ ഒരു അസൂയൊക്കെ ഉണ്ടായി. അസൂയ വേറൊന്നും അല്ല കേട്ടോ. നമ്മുടെ അസൂയ എന്ന് പറയുന്നത് ചരിത്രത്തിൽ അസൂയ എന്ന വാക്കൊന്നും എഴുതിയിട്ടില്ല. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. തെക്കൻ സ്റ്റേറ്റുകാർ സാമ്പത്തികമായിട്ട് അങ്ങനെ അങ്ങോട്ട് എന്താകണ്ട, പൊങ്ങേണ്ടതില്ല. ഞങ്ങളെക്കാൾ അവർ മുകളിലേക്ക് പോകേണ്ടതില്ല. അവർ ഞങ്ങളെക്കാൾ ഇപ്പോൾ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നത് അവർക്ക് തൊഴിലെടുക്കാൻ, ചീപ്പായി തൊഴിലെടുക്കാൻ അടിമകൾ ഉള്ളത് കൊണ്ടാണ്. അടിമകൾക്ക് കൂലിയൊന്നും കൊടുക്കണ്ടല്ലോ, ആഹാരം കൊടുത്താൽ മതി. പേരിന് വസ്ത്രം കൊടുക്കണം, ആഹാരമൊക്കെ കൊടുത്താൽ അവരെന്താവും, നേരം വെളുത്ത് വൈകുന്നേരം വരെ പണിയെടുത്തോളും. അപ്പൊ ഈ അടിമകൾ ഉള്ളത് കൊണ്ടാണ് തെക്കൻ സ്റ്റേറ്റുകൾ സാമ്പത്തികമായി വളരെയധികം മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ ഭരണകൂടത്തിന്റെ പൊളിറ്റിക്സിൽ കുറെ സംഗതികളുണ്ട്. പ്രാതിനിധ്യം കൂടുതൽ തെക്കന്മാർക്ക് വരും, വടക്കന്മാരായ നമുക്ക് പ്രാതിനിധ്യം കുറയും. അങ്ങനെ പലതരത്തിലുള്ള അവരുടെ ചിന്താഗതികളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വടക്കൻ സ്റ്റേറ്റുകളിൽ നിന്ന് ചില ചിന്തകൾ പുറത്തു വരുന്നു. എന്ത് വില കൊടുത്തും അടിമത്തം നിരോധിക്കണം.
തെക്കന്മാരുടെ സാമ്പത്തിക ആധിപത്യവും രാഷ്ട്രീയ ആധിപത്യവും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കണം എന്ന ബോധി മാത്രമേ ഉള്ളൂ. അല്ലാതെ അടിമ നിരോധിക്കണമെന്ന, അടിമകളോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ടൊന്നും ആയിരുന്നില്ല എന്ന് ചരിത്രം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോ അടിമ നിരോധനത്തിൻ്റെതായ ശബ്ദങ്ങൾ വടക്കൻ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. പിന്നെ അത് മൂർച്ച കൂടാൻ തുടങ്ങി. അവർ ഭയങ്കര ബഹളം ഉണ്ടാക്കും, അടിമകളെ നിരോധിച്ചേ പറ്റൂ. അപ്പൊ തെക്കൻ സ്റ്റേറ്റുകാർ വെറുതെ ഇരിക്കുമോ? ഞങ്ങൾ നിരോധിക്കൂല. അങ്ങനെ ഒരു രാജ്യത്തിനകത്തെ ജനങ്ങൾ പരസ്പരം സംഘർഷത്തിലായി അടിമത്ത നിരോധനത്തിന്റെ പേരിൽ. ഒരു വിഭാഗം അത് നിരോധിക്കണമെന്നും മറ്റൊരു വിഭാഗം നിരോധിക്കണ്ടെന്നും. വടക്കൻ സ്റ്റേറ്റുകാർ വളരെ ശക്തമായി, വടക്കൻ സ്റ്റേറ്റുകാരിലെ ചില തീവ്രവാദികൾ രംഗത്ത് വരുന്നു. അബോളിഷനിസ്റ്റുകൾ എന്ന പേരിലാണ് ചരിത്രത്തിൽ അവർ അറിയപ്പെടുക. അബോളിഷനിസ്റ്റുകൾ എന്ന് വെച്ചാൽ അടിമത്ത നിരോധനം നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ ചുട്ടുകരിക്കും എന്നൊക്കെ പറയണ ആൾക്കാർ. അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുന്നു. അതിനുശേഷം ഏതാണ്ട് 1854 ഒക്കെ ആകുമ്പോഴേക്ക് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാകും. ആ പാർട്ടി ഇന്നും ഉണ്ട് കേട്ടോ അമേരിക്കയിൽ. റിപ്പബ്ലിക്കൻ പാർട്ടി ഇല്ലേ? ഒരു പാർട്ടി ഉണ്ടാക്കുന്നു. ആ പാർട്ടിയുടെ മെയിൻ അജണ്ട അടിമത്ത നിരോധനം. ഞങ്ങളെ പാർട്ടി ജയിക്കുകയും ഞങ്ങളുടെ പ്രസിഡന്റ് അമേരിക്കക്ക് ഉണ്ടാവുകയും ചെയ്താൽ അടിമത്തം എന്ത് ചെയ്യും? നിരോധിക്കും. അപ്പൊ വടക്ക് നിന്ന് രാഷ്ട്രീയ പാർട്ടി രൂപപ്പെടുന്നു. അടിമത്ത നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയ അബോളിഷനിസ്റ്റ് എന്നൊക്കെ പറയുന്ന പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു. എന്ത് വില കൊടുത്തും അടിമത്തം നിരോധിച്ചേ പറ്റൂ എന്ന് വടക്കുകാർ. തെക്കുകാരോ ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. കാരണം അടിമകളെങ്ങാണ്ട് ഇല്ലാതായാൽ എന്താ സംഭവിക്കുക? കൃഷിഭൂമിയിൽ കൃഷിപ്പണി ചെയ്യാൻ ആളില്ലാതെ മൊത്തം തരിശാവും. സാമ്പത്തികമായി കംപ്ലീറ്റ് തകർന്നു പോകും. പിന്നെ പൈസ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, കൃഷി ഉൽപ്പന്നങ്ങളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് തകർന്നു പോകും. അതുകൊണ്ട് അടിമത്ത നിരോധനം ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല. രണ്ട് ജനസമൂഹം തമ്മിൽ യുദ്ധം ആരംഭിച്ചു. അമേരിക്കൻ സിവിൽ വാർ എന്നാണ് അതിന് പറയാം. ചരിത്രത്തില് അമേരിക്കൻ ആഭ്യന്തര യുദ്ധം 1861 ഏപ്രിൽ 12 യുദ്ധം ആരംഭിക്കുന്നു. 1865 മെയ് 26 അവസാനിച്ചു. അതായത് 4 കൊല്ലം. ഒരു ദിവസം 2 ദിവസം കൊണ്ട് യുദ്ധം അവസാനിച്ചില്ല. 1-2 മാസം കൊണ്ട് യുദ്ധം അവസാനിച്ചില്ല. 4 വർഷം നീണ്ടു നിന്നു യുദ്ധം. എന്താ കാരണം? അടിമത്തം നിരോധിക്കണോ അടിമത്തം നിരോധിക്കണ്ടേ? രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ഒരു അടിമത്തം നിരോധിക്കണോ വേണ്ടേ എന്ന കാര്യത്തിൽ നാട്ടിലെ ആൾക്കാർ രണ്ടായി പിരിഞ്ഞ് 4 കൊല്ലം എന്ത് ചെയ്തു? സുദീർഘമായ യുദ്ധം ചെയ്തു. അതിനൊക്കെ ശേഷമാണ് ലിംഗം വന്ന് എന്താക്കണേ? നിരോധിക്കുന്നത്. ഈ നിരോധനം പുഷ്പമല്ല കേട്ടോ. 4 കൊല്ലം യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ പുഷ്പം പോലെ പറയാനൊക്കെ എളുപ്പമാണ്. 4 കൊല്ലം നാട്ടുകാർ തമ്മിൽ ചേരി തിരിഞ്ഞ് സൈനികമായി യുദ്ധം ചെയ്തിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്, അതിൻ്റെ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമ്മൾ പറയുമ്പോഴാണ് അതിൻ്റെ ആഴം മനസ്സിലാവുക. അതിനെ പുഷ്പം എന്നൊന്നും പറയാൻ പറ്റില്ല. വിവരമില്ലാത്തവർക്ക് എന്തും ആകാം. തീരെ വിവരമില്ലെങ്കിൽ ഭയങ്കര പുഷ്പമായിരുന്നു വരാം. കാരണം അയാൾക്ക് ഇതിൻ്റെ ചരിത്രം അറിയില്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അറിയില്ല, ഒരു സംഗതി അറിയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബിയെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് തരം താഴ്ത്തി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം, അതിന് ലിങ്കനെ പിടിച്ചൊന്ന് പൊക്കിക്കൊടുക്കണം. ഈ ഒരു ഉദ്ദേശമല്ല, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. വിവരം എന്ന് പറയുന്ന സാധനം തൊട്ടടുത്തൂടെ പോകാത്തൊരു മനുഷ്യനാണെന്ന് നമുക്ക് മനസ്സിലാവുക പരാമർശം കേൾക്കുമ്പോൾ തന്നെ. എന്തുകൊണ്ട് യുദ്ധമുണ്ടായി? പല കാരണങ്ങളും പറയും. എന്തൊക്കെ കാരണം പറഞ്ഞാലും ലാസ്റ്റിൽ എത്തിച്ചേരി എവിടെ തന്നെയാണ്? അടിമത്തത്തിൽ തന്നെയാണ്. കാരണങ്ങൾ പറയുന്നത് നമ്മൾ എണ്ണിയാൽ നമുക്ക് മനസ്സിലാവുന്നത്, ഒന്ന് നോർത്തും സൗത്തും തമ്മിലുള്ള സാമ്പത്തിക വ്യത്യാസങ്ങൾ. അത് നമ്മൾ പറഞ്ഞല്ലോ, നോർത്തുകാർ ഇങ്ങനെയായിരുന്നു, സൗത്തുകാർ ഇങ്ങനെയായിരുന്നു. ആ വ്യത്യാസം യുദ്ധത്തിലേക്ക് നയിക്കാനുണ്ടായ ഒരു കാരണമാണ്. ഒക്കെ അതിൻ്റെയൊക്കെ ബേസ് എന്ത് തന്നെയാണ്? അടിമത്തം തന്നെയാണ്. പിന്നെ ഉണ്ടായിരുന്നത് നോർത്തുകാർക്ക് സൗത്തുകാരുടെ അടിമത്തം എന്തായിക്കൂടാ? കണ്ടുകൂടാ. എങ്ങനെയെങ്കിലും അത് നിരോധിച്ചേ പറ്റുള്ളൂ എന്നുള്ള അവരുടെ ഒരു ആഗ്രഹം. മൂന്നാമത്തെ കാരണം എന്താന്ന് വെച്ചാൽ, നോർത്തുകാർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു പേര് പറഞ്ഞേ? റിപ്പബ്ലിക്കൻ പാർട്ടി അല്ലേ? 1860 പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് അബ്രഹാം ലിങ്കൻ വന്നു. ഇലക്ഷനിൽ അബ്രഹാം ലിങ്കൻ ജയിച്ചു. എന്താ അതിന്റെ തൽഫലമായിട്ട് എന്തുണ്ടാവുന്ന?
അബ്രഹാം ലിങ്കൺ ഏത് പാർട്ടിയാണ്? റിപ്പബ്ലിക്കനാ. റിപ്പബ്ലിക്കൻ ഏത് നാട്ടുകാരാ? നോർത്തേൺ സ്റ്റേറ്റ്സ് ആണ്. അവരുടെ പ്രധാന അജണ്ട എന്താ? റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രധാന അജണ്ട തെക്കൻ സ്റ്റേറ്റുകളിലെ അടിമത്തം എന്ത് ചെയ്യും? നിരോധിക്കും എന്നാണ്. അവരുടെ ആള് തന്നെ പ്രസിഡന്റായി വന്നാൽ ഗ്യാരണ്ടീഡ് അടിമത്തം എന്ത് ചെയ്യും? നിരോധിക്കും. വേറെ ഇല്ലല്ലോ. അതല്ലേ അവരുടെ അജണ്ട. അത് തന്നെയാണ്. അവരുടെ പ്രസിഡന്റാണ്. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. അടിമത്ത നിരോധനം ഉറപ്പായി. അപ്പൊ സംഭവിച്ചെന്താന്ന് വെച്ചാൽ തെക്കൻ സ്റ്റേറ്റുകളിലെ ഒരുപാട് സംസ്ഥാനങ്ങൾ അമേരിക്കൻ യൂണിയനിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വന്തം രാഷ്ട്രമുണ്ടാക്കി. നിങ്ങൾ പോയി പണി നോക്ക്, ഞങ്ങൾ നിങ്ങളെ കൂടില്ല, ഞങ്ങൾ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പോവാണ്. മനസ്സിലാവണ്ട? അപ്പോൾ അതിന് കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ് അതിൻ്റെ പേര്. പുതിയതുണ്ടായത്. ഇപ്പോൾ പുതിയ രാഷ്ട്രമുണ്ടാക്കി. അതുണ്ടായത് 1861 ഫെബ്രുവരി 8. ഇപ്പൊ അടിമത്ത നിരോധനം സംബന്ധിച്ച് എന്താ സംഭവിക്കുന്നത്? പുഷ്പ, ഒരു രാജ്യം തന്നെ നാട്ടുകാർ തമ്മിൽ അടിയാ, യുദ്ധം ചെയ്തിട്ട് ആയിരങ്ങളും ലക്ഷങ്ങളോ മരിക്കണത് കണക്ക് ഞാൻ പറയാം. ഇപ്പൊ എന്താ വെച്ചാൽ രാജ്യം രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു. യൂണിയന്റെ കീഴിൽ വടക്കന്മാരും തെക്കുന്നുള്ള ഏതാനും സ്റ്റേറ്റൊക്കെ ഉള്ള ഒരു പുതിയ ഭാഗവും, തെക്കൻ സ്റ്റേറ്റുകൾ കുറെ എണ്ണം മാറിയിട്ട് ഞങ്ങൾ സ്വതന്ത്ര രാഷ്ട്രം, ഞങ്ങൾക്ക് സ്വന്തം പ്രസിഡന്റ്, സ്വന്തം രാജ്യം, നിങ്ങളുമായിട്ട് ഇനി ബന്ധമില്ല എന്ന് പറഞ്ഞു. അതിനു മാത്രം രാജ്യം രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു. തെക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്തിട്ടോ യുദ്ധം ചെയ്യാതെയോ ഈ തെക്കൻ പിരിഞ്ഞു പോയ സ്റ്റേറ്റിനെയൊക്കെ നമ്മുടെ നാടിനോട് എന്താക്കണം? കൂട്ടിച്ചേർക്കണം. കാരണം അവര് നമ്മുടെ രാജ്യം തന്നെ രണ്ടായി പോവാണല്ലോ, അതൊന്നാക്കണം. എന്തു വില കൊടുത്താലും കുഴപ്പമില്ല എന്ന രൂപത്തിൽ 1861 ഏപ്രിൽ 12 നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അന്ന് വാർ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളെ നമ്മൾ വിടൂല എന്ന് തെക്കന്മാരോട് പറയണം. തെക്കന്മാര് നിങ്ങളെ നമ്മളും എന്താവൂല, വിടൂല. രണ്ടു കൂട്ടരും തമ്മിൽ 4 കൊല്ലം നീണ്ട യുദ്ധം. 861 മുതൽ യുദ്ധം. അതിനിടയിലാണ് ആര് വരുന്നത്? 60 ജയിച്ചിട്ട് 61 ആവുമ്പോഴേക്ക് ആര് വരുന്നു? ലിങ്കൻ വരുന്നു. ലിങ്കൻ ഇങ്ങനെ നോക്കാണ്. 1-2 കൊല്ലം നിന്നിട്ട് നോട്ടമാണ്. കാരണം രക്ഷയില്ല. യുദ്ധത്തിന്റെ ഇടയിലാണ് ഈ വരവ് മുഴുവൻ. അജണ്ട മാറ്റാൻ പറ്റില്ലല്ലോ. 1863 ജനുവരി 1 ലിങ്കൻ ഒപ്പിട്ടു അടിമത്ത നിരോധനം. 63 യുദ്ധം അവസാനിച്ചിട്ടില്ല. യുദ്ധം അവസാനിച്ചത് എപ്പോഴാന്നാ പറഞ്ഞത്? 65. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യര് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് അടിമത്തം. അത് നമ്മുടെ പാർട്ടിന്റെ ലക്ഷ്യമാണ്. എന്തായാലും എന്താക്കണം? നിരോധിക്കണം. അത് നിരോധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് യുദ്ധം മുഴുവൻ. നിരോധിച്ചാൽ പിന്നെന്താ സംഭവിക്കുക? അയാൾ അതിനകത്ത് ഒപ്പിട്ടു. അങ്ങനെ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ എന്ന് പറയുന്ന അമേരിക്കൻ ചരിത്രത്തിലെ അടിമ വിമോചന പ്രഖ്യാപനം 863 നിലവിൽ വന്നു. യുദ്ധം കഴിഞ്ഞിട്ടില്ല. യുദ്ധം വീണ്ടും എന്തായിക്കൊണ്ടിരിക്കുന്നു? തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ അടിമത്ത വിമോചന പുഷ്പമായിരുന്നോ? അല്ല, വെറുതെ നമ്മളിങ്ങനെ ആലോചിക്കുക. നല്ല അല്ലേ അതിൻ്റെ ഒരു സുഗന്ധം, അതിൻ്റെ ഒരു സൗകുമാര്യതയൊക്കെ എത്രയാണ്? നാട്ടുകാരെ മുഴുവൻ തച്ചുകൊന്ന് രാജ്യം മുഴുവൻ രണ്ടായി വെട്ടിമുറിച്ച് രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ അമേരിക്കൻ ജനത മുഴുവൻ കഷ്ടപ്പാടിൻ്റെ അങ്ങേയറ്റത്ത് എത്തിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? അടിമത്ത നിരോധനം എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തുന്നത്. ഇത് പുഷ്പാണ് എന്ന് പറയണമെങ്കിൽ ചില്ലറ എന്താണ് തൊലിക്കട്ടി എന്തോന്ന് പറയില്ല നമ്മൾ, അതുണ്ടായാലും പോരാ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെന്തോ വേണം. എന്തോ ഒരു ലളിതമായ പരിപാടിയാണ് നടക്കുന്നത് അല്ലേ? അത്രയും ലളിതമായിട്ടാണ് പരിപാടി നടന്നതെന്നാണ് പറയണത്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു? ഒരടിമത്ത നിരോധനത്തിന് വേണ്ടിയിട്ട് ഇത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടാവേണ്ടി വരുന്നു. രാജ്യം പോലും നെടുകെ പിളർന്നുകൊണ്ട് എന്തതിൻ്റെ ആവശ്യം? നിരോധനത്തിൻ്റെ രീതി ശാസ്ത്രീയമായിരുന്നില്ല. അതുകൊണ്ടാണ്. ശാസ്ത്രീയമായി നിരോധിച്ചിരുന്നെങ്കിൽ ഒന്നും എന്താവില്ല, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എന്താക്കാമായിരുന്നു, അത് നടപ്പിലാക്കി എടുക്കാമായിരുന്നു. പക്ഷേ ആവേശത്തിൽ എന്ത് ചെയ്തു? ഇവർ പറഞ്ഞ മാതിരി പുഷ്പം പോലെയാണ് ചെയ്യാൻ നോക്കിയതാണ്. ആകപ്പാടെ തകരാറായി. അതുകൊണ്ട് പുഷ്പമായില്ല. ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടായി. അത് നിരോധിക്കാൻ ഉപയോഗിച്ച രീതി ഒന്നും തീരെ ശാസ്ത്രീയമേ ആയില്ല. പക്ഷെ മുഹമ്മദ് നബി അത് നിരോധിച്ചിട്ടുണ്ടല്ലോ. ഈ ലിംഗം വരുന്നതിൻ്റെ 1200 കൊല്ലം മുമ്പ് അടിമത്തം നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ ആ നിരോധിച്ചത് ഒറ്റ ദിവസം കൊണ്ട് നാളെ മുതൽ അടിമകൾ വേണ്ട എന്ന് പറഞ്ഞതല്ല. അതെങ്ങനെ പറയണമെന്ന് മുഹമ്മദ് നബിക്ക് അറിയാം. ലിംഗണത് അറിഞ്ഞൂടാ.
അമേരിക്കക്കാരനും അത് അറിയില്ലായിരുന്നു. ഒരു അമേരിക്കൻ പ്രസിഡന്റും അള്ളാഹുവിന്റെ പ്രവാചകനും തമ്മിലുള്ള ഒരു വ്യത്യാസമാണത്. അത് നമ്മൾ മനസ്സിലാക്കാം. യൂട്യൂബിന്റെ മുന്നിൽ ഇരുന്നിട്ട് പറയാൻ എളുപ്പമാണ്, എന്താ പുഷ്പം എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ദൈവത്തിന്റെ പ്രവാചകനും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ ഇത്ര വലിയ വ്യത്യാസമുണ്ട്. ദീർഘദർശനം തീരെയില്ല. എന്താ സംഭവിക്കുക എന്നുള്ളതിനെ പറ്റി ഒരു വിവരവും ഇല്ല. അടിമത്ത നിരോധനം അത് തിരക്കിടൊന്നുമില്ല, എന്നിട്ട് ഒപ്പ്. എന്താ പിന്നെ അതുകൊണ്ട് പിന്നീട് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. മുഹമ്മദ് നബി വളരെ സുന്ദരമായിട്ട് നിരോധിച്ചിട്ടുണ്ടല്ലോ. ഒരൊറ്റ ആഭ്യന്തര യുദ്ധം ഉണ്ടായിട്ടില്ല, രണ്ടാളുകൾ തമ്മിൽ പോലും ഉണ്ടായിട്ടില്ല, അതിന്റെ പേരിൽ തല്ലിയിട്ടില്ല. യുദ്ധം നടന്ന അറേബ്യയിൽ ഭയങ്കര അതിരൂക്ഷമായ യുദ്ധം. എന്നിട്ട് അറേബ്യൻ സാമ്രാജ്യം മുഴുവൻ രണ്ടായി എന്തായി പോയി, വീതിക്കപ്പെട്ടു പോയി. ചരിത്രത്തിൽ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? അതിന്റെ ഒരു ലാഞ്ചന, രണ്ട് മനുഷ്യർ പോലും എന്തായിട്ടില്ല, അതിന്റെ പേരിൽ യുദ്ധം നടത്തിയിട്ടില്ല. കാരണം അവർക്ക് ബോധം വന്നിരുന്നു, ഈ അടിമകളെയൊക്കെ എന്താക്കണം, സ്വതന്ത്രമാക്കണം എന്ന്. ആ പണി എടുക്കാൻ അബ്രഹാം ലിങ്കന് പറഞ്ഞൂടാ, ഈ പറയുന്ന ആളുകൾക്കൊന്നും അറിയില്ല. അടിമത്ത നിരോധനം പറഞ്ഞ് പെട്ടെന്ന് ഒപ്പിട്ട എല്ലാം ക്ലിയർ ആവുമെന്നാണ് ഇവർ വിചാരിച്ചത്. അതുകൊണ്ട് ഇത് പുഷ്പമല്ല, എളുപ്പത്തിൽ സംഭവിച്ച കാര്യമേ ആയിരുന്നില്ല. വളരെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഇതിന്റെ പിറകിൽ ഉണ്ടായിട്ടുണ്ട്. എന്ത് കഷ്ടപ്പാടും പ്രയാസം ഉണ്ടായത്? യുദ്ധം ഉണ്ടായത് എത്ര കൊല്ലം? 4 കൊല്ലം. ഈ 4 കൊല്ലത്തെ നിലവിലുള്ള കണക്കനുസരിച്ച്, കണക്ക് ഞാൻ പറയണത് നേരത്തെ പറഞ്ഞ ജിം ഡൗൺസ് എന്ന് പറയുന്ന ചരിത്ര പ്രൊഫസറുടെ സിക്ക് ഫ്രം ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകത്തിലുള്ള കണക്കാണ് പറയണത്. അതനുസരിച്ച് 4 വർഷത്തെ തെക്കുകാരും വടക്കുകാരും തമ്മിലുള്ള അടിമത്തം നിരോധിക്കണമോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ടുള്ള ആഭ്യന്തര യുദ്ധത്തിൽ യുദ്ധക്കളത്തിൽ വെച്ച് 2 ലക്ഷം ആളുകൾ മരിച്ചു വീണു. യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയിട്ടും വെടിവെച്ചിട്ടും 2 ലക്ഷം എന്തായി മരിച്ചു. എന്തിനാത്? അടിമത്തം നിരോധിക്കണോ വേണ്ടേ? ഇതിന്റെ മുമ്പ് മുഹമ്മദ് നബി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരാളെ പോലും എന്തായിട്ടില്ല, അതിന്റെ പേരിൽ കൊല്ലേണ്ടി വന്നിട്ടൊന്നും ഇല്ല. 2 ലക്ഷം ആൾക്കാരെ കൊന്ന ഒരു സംഭവം എടുത്തു വെച്ചിട്ട് പറയാ അതൊക്കെ പുഷ്പം പോലെ എന്തായതാണ് നമ്മൾ ചെയ്ത. ഈ സാധനത്തിന്റെ പേരാണ് പുഷ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിനാണോ പുഷ്പം എന്ന് പറയാം? 2 ലക്ഷം ആളുകൾ യുദ്ധക്കളത്തിൽ പെടഞ്ഞു വീണ് മരിച്ചു. കഴിഞ്ഞോ? യുദ്ധത്തിൽ മുറിവേറ്റവർ, രോഗം ബാധിച്ചവർ പിന്നീട് മരിച്ചു. യുദ്ധക്കളത്തിലല്ല, മുറിവേറ്റ് വന്നവരും രോഗം ബാധിച്ചവരും പിന്നീട് മരിച്ചു. എത്ര? 4,13,000. ടോട്ടൽ എത്രയായി? 6,13,000 മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടാണ് അബ്രഹാം ലിങ്കൺ ഈ സാധനത്തിൽ ഒപ്പിട്ടത്. ഇതാ അപ്പൊ പുഷ്പം. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ ചരിത്ര വസ്തുത എന്താണെന്നോ ഇതെങ്ങനെ സംഭവിച്ചതാണെന്നോ ഒരു വിവരവും ഇല്ലാത്ത കുറെ മനുഷ്യന്മാർ മുഹമ്മദ് നബി മോശമാണെന്ന് എങ്ങനെങ്കിലും നാട്ടുകാരോട് പറയണം. അതിനെന്തൊക്കെയോ എന്താവുന്നു, വിളിച്ചു പറയുന്നു എന്നതിൽ കവിഞ്ഞ് അറിവ്, വിവരം എന്നൊക്കെ പറയണത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കുറെ മനുഷ്യർ. 6,13,000 ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടാണ് 4 കൊല്ലത്തെ ആഭ്യന്തര യുദ്ധം അവസാനിച്ചത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിലുള്ളതാ. പുതിയ കണക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്. ജെ ഡേവിഡ് ഹാക്കർ എന്ന് പറയുന്ന അമേരിക്കയിലെ തന്നെ ന്യൂയോർക്കിലെ ബിന്നാംപ്ടൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ജെ ഡേവിഡ് ഹാക്കർ, അദ്ദേഹത്തിന്റെ പുതിയ കണക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നേരത്തെ കണക്ക് തെറ്റാണ്, അത്രയല്ല. 7,50,000 ആളുകളാണ് മരിച്ചത്. 6,13 നേരത്തെ നമ്മൾ പറഞ്ഞ്. പുതിയ കണക്കിൽ പറയണത് 7,50. അമേരിക്കക്കാരനാണ്, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ചുരുങ്ങിയത് അബ്രഹാം ലിങ്കന് ഒരു പുഷ്പം അങ്ങോട്ട് വിരിയിച്ചെടുക്കാൻ 7,50,000 മനുഷ്യനെന്താക്കേണ്ടി വന്നു, കൊന്നൊടുക്കേണ്ടി വന്നു. എന്തോ ഒരു എളുപ്പമാണല്ലേ. ഇങ്ങനെയാണോ അടിമത്തം നിരോധിക്കേണ്ടത്? അതല്ല. ഒരു മനുഷ്യന് പോലും പോറലേൽക്കാതെ 1400 കൊല്ലം മുമ്പ് ഒരാൾ നിരോധിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. മക്കളെ, ഇങ്ങനെയാണ് ഈ സാധനം നടക്കുള്ളൂ, ഇല്ലെങ്കിൽ നടക്കൂല. നിങ്ങൾ പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നിരോധിച്ച് കളയാന്ന് വിചാരിച്ചാൽ ഇത് നടക്കാൻ പോണില്ല. അത് ശാസ്ത്രീയമായ ഒരു രീതിശാസ്ത്രമുണ്ട്. ആ രീതിക്കനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടോ അല്പാൽപമായിട്ടോ വിവിധ പദ്ധതികളിലൂടെയോ പതുക്കെ എന്താക്കണം, അത് നിരോധിച്ചില്ലെങ്കിൽ ഈ കണ്ട കെടുതികൾ മുഴുവനും മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും. ഇത്രയധികം ആളുകളെ കൊന്നൊടുക്കി ആ മുഹമ്മദ് നബി. ആരെയും കൊല്ലാതെ നടത്തിയ മുഹമ്മദ് നബി വളരെ മോശം. 7,50,000 കൊന്ന ആള്, അയാള് ഭയങ്കരാട്ടോ. ലോകത്തിന്റെ മാതൃകാ പുരുഷൻ ആരാണ്? അയാളാണ്. ഇല്ലെങ്കിൽ അമേരിക്കയാണ്.
എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വിവരമില്ലാത്ത കുറേ ആളുകൾ. നമുക്ക് അതിൽ കൂടുതലൊന്നും ഉണ്ടാവാനില്ല, പറയാനില്ല. ഇനി നമുക്ക് വേറൊരു സൈഡിലേക്ക് പോകാനുണ്ട്. ഇപ്പം ഈ മരിച്ചു കിടക്കുന്ന കാര്യം യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരല്ലേ. 7,50,000 ആളുകൾ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ വെട്ടും കുത്തും ഏറ്റിട്ട് യുദ്ധക്കളത്തിൽ മരിച്ചവരും മുറിവുകൾ ഉണങ്ങാതെ പഴുത്ത് ദ്രവിച്ച് എല്ലാം കൂടി കഷ്ടപ്പെട്ട് മരിച്ചു പോയ ആൾക്കാരെല്ലാം കൂടെ കൂട്ടിയാൽ 7,50,000 ആളുകൾ. ശരി, ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ അബ്രഹാം ലിങ്കൻ ഒപ്പുവെക്കുന്നു, അടിമകൾ അങ്ങോട്ട് സ്വതന്ത്രമാകുന്നു. നല്ല കേൾക്കാൻ രസമില്ലേ? രസമുണ്ട്. എത്ര അടിമകളുണ്ട്? 40 ലക്ഷം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ 40 ലക്ഷം അടിമകളും ഇപ്പോ ഓരോ യജമാനന്റെ കീഴിൽ ഓരോ തോട്ടങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരോട് ഒരു ദിവസം വന്നിട്ട് പറയാണ്, നിങ്ങളെല്ലാവരും സ്വതന്ത്രരായി, ഇനി പൊയ്ക്കോളി എന്ന് പറഞ്ഞാൽ, ഓ മഹത്തായ സംഭവം എന്നാ പറയണത്. 40 ലക്ഷം ആൾക്കാരെ തെരുവിലേക്കണ്ട് ഇറക്കി നോക്കണം അതിന്റെ സുഖം അറിയണമെങ്കിൽ. ഇവരെവിടേക്കാ പോകേണ്ടത്? അവർക്ക് വീടുണ്ടോ? ഉണ്ടോ? ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ 40 ലക്ഷം റോഡിലേക്ക് ഇറങ്ങുകയാണ്. ആഹാരം കൊടുത്തിരുന്നത് യജമാനന്മാരാണ്. അതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയിട്ട് ആഹ്ലാദിച്ച് പുറത്തേക്ക് വരിക, ഞങ്ങൾ ഭയങ്കര സ്വതന്ത്രരായിരിക്കുന്നു. അതാ പറയുന്ന നേരത്തെ ഓർമ്മയുള്ളൂ. 2 മണിക്കൂർ കഴിയുമ്പോൾ വയറ്റിൽ എന്ത് വരും? വിശപ്പ് വരും. ആ സമയത്ത് ആലോചിക്കും, ആഹാരം എവിടെ നിന്നാണ് കിട്ടുക? ഇട്ടുടുത്ത വസ്ത്രമേ ഉള്ളൂ, രണ്ടാമത് വേറൊന്നവന് ഇല്ല. രാത്രിയാകുമ്പോൾ കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്ത 40 ലക്ഷങ്ങൾ. ഇവരെങ്ങനെ ജീവിക്കുക? നമുക്കറിയാലോ, ഇപ്പൊ ഈ വയനാട് ദുരന്തം ഉണ്ടായില്ലേ, ഇതുപോലെ ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മറ്റേ അഭയാർത്ഥി ക്യാമ്പ് ഉണ്ടാക്കുകയല്ലേ ചെയ്യുക. പരിസരത്തുള്ള സ്കൂളുകളിലൊക്കെ കൊണ്ടുപോയിട്ട് താമസിക്കുക. എന്തിയാതി ജീവിതമായിരിക്കും അതല്ലേ. ഇത് 40 ലക്ഷം ഒന്നായിട്ടാണ് വരുന്നത്. വയനാട്ടിൽ ഏതായാലും 40 ലക്ഷം ഒന്നുമില്ല, എന്നിട്ട് അപ്പോൾ ബുദ്ധിമുട്ടില്ല. നമ്മുടെ ഇവിടെയൊക്കെ കൊടുങ്കാറ്റോ മറ്റൊക്കെ ഉണ്ടായി ദുരിതം ഉണ്ടായാൽ എത്ര ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അഭയാർത്ഥി ക്യാമ്പ് ഉണ്ടാക്കുന്നത്? ഇത്ര ലക്ഷങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് 40 ലക്ഷം ആളുകൾ സ്വതന്ത്രരായി ഒരൊറ്റ ഇറക്കാൻ നാട്ടിലേക്ക്. ആഹാരമില്ല, വസ്ത്രമില്ല, കേറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ല. പിന്നെയോ മുതലാളിമാരായി വിലസിക്കൊണ്ടിരിക്കുന്ന വടക്കൻ സ്റ്റേറ്റുകളിലെയും തെക്കൻ സ്റ്റേറ്റുകളിലെയും വെള്ളക്കാരൻ കറുപ്പന്മാരെ അടുപ്പിക്കൂല. കാരണം അവർ തമ്മിൽ റേസിസം ഉണ്ട്. അത് നേരത്തെ ഉള്ളതാ അല്ലേ. കറുത്തവനെ വെളുത്തവന് കണ്ടുകൂടാത്തൊരു ഇപ്പോഴും ഉണ്ടല്ല അല്ലേ. അത് വളരെ രൂക്ഷമായ ഒരു കാലാണത്. കറുത്തവനെ അടുപ്പിക്കൂല. അവന് തോട്ടത്തിന്റെ നടുവിൽ എവിടെയെങ്കിലും കൂര വെച്ച് കെട്ടിക്കിട്ട് അവൻ അവിടെ കിടന്നോളുക. നമ്മളടുത്തേക്കൊന്നും വരാൻ പാടില്ല. അപ്പൊ പിന്നെ വെള്ളക്കാർക്ക് ഇവരെ കണ്ടുകൂടാ. വെള്ളക്കാർ ഇവരെ എന്താവില്ല അംഗീകരിക്കുകയോ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ഒന്നും ചെയ്യൂല. കാരണം അവർ ബ്ലാക്ക് ആണ്, ബ്ലാക്ക് അമേരിക്കൻസ്. അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതല്ല. പിന്നെ ഇവരിനി എവിടെ പോകേണ്ടത്? ഈ 40 ലക്ഷം ഇനി എന്ത് ചെയ്യും? അവരിൽ പലർക്കും രോഗം വന്നിട്ടുണ്ട്. പലപ്പോഴായിട്ട് കറുത്ത അടിമകൾക്ക് രോഗം വന്നു. ചികിത്സിക്കേണ്ടത് ആരാണ്? കറുത്ത ഡോക്ടറുണ്ടോ? ഇല്ല, വെളുത്ത ഡോക്ടറാണുള്ളത്. വെളുത്ത ഡോക്ടറെ ചികിത്സിക്കില്ല. കാരണം കറുപ്പനാണ്, അവനെന്താകാൻ പറ്റൂല, ചികിത്സിക്കാൻ പറ്റൂല. തെക്കൻ സ്റ്റേറ്റുകാരാണെങ്കിൽ അവരെ സംബന്ധിച്ച് അടിമകളോട് അങ്ങനെയാണ്, ഞങ്ങളുടെ കീഴിലുള്ള ആൾക്കാരാണ്. പിന്നെ സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വലിയ ആൾക്കാരായിട്ട് നടക്കുകയല്ലേ. തീരെ അവരടുപ്പിക്കില്ല. ചികിത്സിക്കാൻ ആളില്ലാതെ വന്നു. ചുരുക്കി പറഞ്ഞാൽ പുനരധിവാസം, റിഹാബിലിറ്റേഷൻ അസാധ്യമായി അമേരിക്കയിൽ. ഒരു നിവൃത്തിയില്ല. 40 ലക്ഷം ആൾക്കാരെ എവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും? ഇവർക്ക് ആഹാരം എങ്ങനെ കൊടുക്കും? ഇവർക്ക് വസ്ത്രം എങ്ങനെ കൊടുക്കും? ഇവർക്ക് ചികിത്സ എങ്ങനെ കൊടുക്കും? ഒരു നിവൃത്തിയില്ല. പെട്ടെന്ന് 40 ലക്ഷം പുറത്തേക്ക് വന്നാൽ എന്ത് ചെയ്യാനാ? അവസാനം സർക്കാരിന്റെ തീരുമാനം അനുസരിച്ച് സൈനിക താവളങ്ങളുടെ അടുത്ത് കുറേ ക്യാമ്പുകൾ ഉണ്ടാക്കി. നമ്മളിപ്പോൾ പറയണ എന്ത് ക്യാമ്പ് എന്നതിന് പറയാം? അഭയാർത്ഥി ക്യാമ്പുകൾ എന്ന് പറയില്ലേ, അതുപോലെ ക്യാമ്പുകൾ ഉണ്ടാക്കി. കോൺട്രാബാൻഡ് ക്യാമ്പ്സ് എന്നാണ് അന്ന് അതിൻ്റെ പേര്. റെഫ്യൂജി ക്യാമ്പ്സ് അല്ല, കോൺട്രാബാൻഡ് ക്യാമ്പ്സ് എന്ന പേരിൽ കുറേ ക്യാമ്പുകൾ ഉണ്ടാക്കിയിട്ട് ഈ 40 ലക്ഷം അടിമകളെ അതിനകത്തേക്ക് ക്യാമ്പിലേക്ക് കൊണ്ടുപോയിട്ടു. ഓരോ ക്യാമ്പിലും 10,000 ആളുകളാണ്. എന്തായിരിക്കും അവിടുത്തെ ഒരു അവസ്ഥ? ഇപ്പൊ നമ്മുടെ ഒരു സ്കൂൾ കെട്ടിടം, അതിൽ കുറെ അഭയാർത്ഥികളെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. 10,000 ആൾക്കാരുണ്ട്. ഇത് എങ്ങനെയാണ് കിടന്നുറങ്ങുക? എങ്ങനെയാണ് മനുഷ്യന്റെ ഒരു പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുകയൊക്കെ വേണ്ടേ? എന്താ ചെയ്യാം?
ആകപ്പാടെ രാജ്യം പ്രയാസപ്പെട്ടു. ക്യാമ്പിൽ ഇങ്ങനെ പുഴുക്കളെ പോലെ കുറെ മനുഷ്യന്മാർ താമസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്നത് ഒന്ന് കൊടും പട്ടിണി. 40 ലക്ഷം ആൾക്കാർക്ക് ആഹാരം കൊടുക്കണം. ക്യാമ്പിൽ മുഴുവൻ കൊടും പട്ടിണി പരന്നു. നേരത്തിന് ആഹാരം കിട്ടാനില്ല. വിശന്നിട്ട് മനുഷ്യൻ കിടന്നിട്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. നമുക്കറിയാം, വൃത്തിയും വെടുപ്പും ഇല്ല, കുളിക്കാനുള്ള സൗകര്യങ്ങളില്ല. പിന്നെ പുഴുക്കളെ പോലെ അടുത്തടുത്തടുത്തടുത്തടുത്ത് മനുഷ്യരെന്താവാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തിന് ആഹാരവും കിട്ടാനില്ല. ആ കോൺട്രാബാൻഡ് ക്യാമ്പ്സുകളിൽ വസൂരിയും കോളറയും പടർന്നു പിടിച്ചു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും ഇതുപോലെ റെഫ്യൂജി ക്യാമ്പുകളിൽ പകർച്ചവ്യാധികൾ ഉണ്ടാവും. ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി വരും സാധാരണയായിട്ട്. അന്ന് വന്നിരുന്നത് ഒന്ന് വസൂരി, മരുന്നില്ലല്ലോ, വന്നാ മരിക്കുക, വേറെ വഴിയൊന്നുമില്ല. കോളറ, വയറ്റിന്ന് പോക്കാണ്, വയറ്റിന്ന് പോയിട്ട് മരിച്ചു പോവുക, വേറെ വഴിയില്ല. അതല്ലെങ്കിൽ ചികിത്സയുണ്ടെങ്കിൽ ഈ കറുത്തവരെ ക്യാമ്പിൽ വന്ന് ആര് ചികിത്സിക്കണം? വെളുത്ത ഡോക്ടർ ചികിത്സിക്കണം. അമേരിക്കയിലെ സോഷ്യൽ ഫാബ്രിക്കിൽ വെളുത്ത ഡോക്ടർ കറുത്തവനെ എന്താവില്ല, ചികിത്സിക്കൂല, മരിക്കുക, വേറെ വഴിയില്ല. എന്തൊരു കഷ്ടപ്പാടിലാണ്. എന്താ പുഷ്പത്തിന്റെ ആ മണം കേൾക്കണില്ല നിങ്ങളിപ്പോ? എന്തൊരു പുഷ്പമായിട്ട് ഇങ്ങോട്ട് നിരോധിച്ചത്ര. ആഹാരം കിട്ടാത്ത അവസ്ഥയും വസ്ത്രവും ഇല്ല, മര്യാദക്ക് കിടക്കാനും സ്ഥലവും ഇല്ല. ആകപ്പാടെ കിടന്ന് സ്വതന്ത്രരായ അടിമകൾ ബുദ്ധിമുട്ടിയിട്ട് എന്ത് സംഭവിച്ചു? ടോട്ടൽ ഉണ്ടായിരുന്ന 40 ലക്ഷം, 40 ലക്ഷത്തിന്റെ 1/4 ചത്തൊടുങ്ങി എന്ന് പുസ്തകത്തിൽ എഴുതുന്നു. മനസ്സിലായോ? എത്രണ്ണം ഇപ്പം മനസ്സിലായില്ലേ? പുഷ്പം തന്നെയാണത്. നേരത്തെ യുദ്ധം ചെയ്തിട്ട് എത്ര എണ്ണത്തിനെ കൊന്നു? 7,50,000 എണ്ണത്തിനെ കൊന്നിട്ടാണ് അടിമത്ത നിരോധനം നടപ്പാക്കണത്. യുദ്ധമൊക്കെ ചെയ്തിട്ട് നിരോധനം നടപ്പാക്കിയിട്ട് എന്തുണ്ടായി? 40 ലക്ഷത്തിന്റെ 1/4, 4/1 എന്ന് പറഞ്ഞാൽ 25% രോഗം വന്നും പട്ടിണി കിടന്നും ചത്തൊടുങ്ങി. അല്ല, ഇങ്ങനെ ഒരു നിരോധനം വേണമായിരുന്നോ ശരിക്കും? അല്ല, മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ അടിമകൾ വേണ്ട, അടിവേരെ കറുത്ത് അടിമകൾ എങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നിരോധനം ഉണ്ടാക്കിയല്ലോ. എത്ര ആളാ മരിച്ചത്? ആരും മരിച്ചില്ല. ചരിത്രത്തിൽ അതിനൊരു തെളിവുമില്ല. പക്ഷെ അബ്രഹാം ലിങ്കന്റെ അടിമത്ത നിരോധനത്തോടുകൂടി ലക്ഷമല്ല, പല ലക്ഷങ്ങൾ മനുഷ്യർ മരിച്ചൊടുങ്ങി. ഇതിനെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എന്തോ ഒരു പുഷ്പാണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പട്ടാള ഓഫീസറുടെ ഒരു കമന്റ് ഈ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. സംടൈംസ് 30 per day die. ചിലപ്പോഴൊക്കെ ദിവസവും 30 എണ്ണം വീതം മരിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം 30 ആള് മരിക്കുക. ആൻഡ് ആർ ക്യാരിഡ് ഔട്ട് ബൈ വാഗൺ ലോഡ്സ്. ചത്തവരെ മുഴുവനും വാഗണിൽ വണ്ടി കയറ്റിയിട്ട് കൊണ്ടുപോകുന്നു. വിത്തൗട്ട് കഫിൻസ്, ശവത്തെ പൊതിയാനുള്ളൊരു വസ്ത്രവും ഒന്നുമില്ല. മരിച്ചവരെ അങ്ങനെ തന്നെ എടുത്തിട്ട് വണ്ടി കയറ്റിയിട്ട് കൊണ്ടുപോകുകയായിരുന്നു അന്ന്. ആൻഡ് ത്രോൺ പ്രൊമിസ്കസ്ലി ലൈക്ക് ബ്രൂട്ട് ഇൻ ടു എ ട്രഞ്ച്. വലിയ കിടങ്ങ് കുഴിച്ചിട്ട് മൃഗങ്ങളെയൊക്കെ വലിച്ചെറിയണത് പോലെ ആണെന്നോ പെണ്ണെന്നോ കുട്ടിയെന്നോ വൃദ്ധനെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ വരുന്നവരെ മുഴുവനും വലിച്ച് കിടങ്ങിലേക്ക് വലിച്ചെറിയായിരുന്നു. അത് ഞാൻ കണ്ടതാണെന്ന് അയാൾ പറയണം. അടിമത്ത നിരോധനം വളരെ പുഷ്പകരമായിരുന്നില്ലേ? പിന്നെ ഇത്ര ഭംഗിയായിട്ട് അടിമത്തം നിരോധിക്കാൻ അമേരിക്കക്കല്ലാതെ വേറെ ആർക്കെങ്കിലും സാധിക്കുമോ? അതുപോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ജിം ഡൗൺസിന്റെ പുസ്തകം സിക്ക് ഫ്രം ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ സംഗതികൾ വിവരിച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ദ ലാർജസ്റ്റ് ബയോളജിക്കൽ ക്രൈസിസ് ഓഫ് ദ 19th century. 19ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ജൈവശാസ്ത്രപരമായ പ്രതിസന്ധി. ലാർജസ്റ്റ് ബയോളജിക്കൽ ക്രൈസിസ് ഓഫ് ദ 19th century. ഇത്രയും വലിയ അപകടം വരുത്തി വെച്ചിട്ട് അത് നിങ്ങൾ പുഷ്പ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവണത്? പുഷ്പങ്ങൾ ഇങ്ങനെയാണോ? മുള്ള് എന്നോ കുപ്പിച്ചില്ല് എന്നോ തീയ് എന്നോ ഒക്കെ പറഞ്ഞാൽ എന്താക്കാം? ഇതുമായിട്ട് നമുക്ക് ഒന്ന് സാമ്യപ്പെടുത്താൻ പറ്റുകയായിരുന്നു. 19ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ കിരാതമായ ഒരു അവസ്ഥയായിരുന്നു അമേരിക്കയിൽ അടിമത്ത നിരോധനത്തോടുകൂടി ഉണ്ടായിത്തീർന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചൊടുങ്ങി. പട്ടിണിയും പരിവട്ടവും രോഗവും കൊണ്ട് കഷ്ടപ്പെട്ടു. 1400 കൊല്ലം മുമ്പ് അടിമത്തം നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ഇങ്ങനെ ആരും ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല.
ഒരു ബയോളജിക്കൽ ക്രൈസിസും അതുകൊണ്ട് ഉണ്ടായില്ല. പക്ഷെ നിരോധിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയണം. ഒരു കടലാസ് വരുമ്പോഴേക്ക് അതിലാണ്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് ഓക്കെ എല്ലോ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുന്നത്. അടിമത്തം എന്നാൽ എന്താണെന്നും അതിൻ്റെ സാഹചര്യം എന്താണെന്നും അത് എങ്ങനെ നിരോധിക്കണമെന്നും പെട്ടെന്ന് നിരോധിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും കൃത്യമായി വിവരമുള്ള ആളായിരുന്നു മുഹമ്മദ് റസൂലുള്ള. പക്ഷേ അബ്രഹാം ലിങ്കൺ ആ വിവരം ഇല്ല. അതാണ് റസൂലും ലിങ്കണും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാകാത്തവൻ എന്ത് പറയാം? ലിങ്കൺ മഹാനായിരുന്നു എന്ന് പറയാം. അതെ, ആളുകളെ ഈ രൂപത്തിൽ കൊന്നൊടുക്കാൻ കാരണക്കാരനായ ഒരാളാണ് ലിങ്കൺ. അങ്ങനത്തെ ആളാണ് മഹാൻ എങ്കിൽ ആയിക്കോട്ടെ, അങ്ങനത്തെ ആൾക്കാരെ മഹാൻ എന്ന് വിളിക്കണമെങ്കിൽ വിളിക്കാം, വിരോധമൊന്നുമില്ല. ജിം ഡൗൺസിന്റെ പുസ്തകത്തിന് റിവ്യൂ എഴുതിയിട്ടുണ്ട്. അമേരിക്കയിലെ തന്നെ ലോകത്തിലെ തന്നെ സുപ്രസിദ്ധമായ പത്രങ്ങളിൽ ഈ പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ദി ഗാർഡിയൻ എന്ന് പറഞ്ഞ പ്രശസ്തമായ പത്രമുണ്ട്. അതിൻ്റെ ഒരു ടൈറ്റിൽ ഞാൻ വായിക്കാം. ഹൗ ദ എൻഡ് ഓഫ് സ്ലേവറി ലെഡ് ടു സ്റ്റാവേഷൻ ആൻഡ് ഡെത്ത് ഫോർ മില്യൺസ് ഓഫ് ബ്ലാക്ക് അമേരിക്കൻസ്. എങ്ങനെയാണ് അടിമത്ത നിരോധനം കൊടും പട്ടിണിക്കും മില്യൺ കണക്കിന് ആളുകളുടെ മരണത്തിനും കാരണമായത് എന്ന് പത്രം എഴുതി. പത്രം എഴുതിയത് അധികം മുമ്പല്ല, ഇത് 2012 കുറച്ചു മുമ്പാണ്. ലിങ്കന്റെ കാലം 200 കൊല്ലം 300 കൊല്ലം മുമ്പ് എഴുതിയതൊന്നുമല്ല, വെറും 12 കൊല്ലം മുമ്പ് വന്ന പത്രത്തിലെ ഹെഡിങ് ആണ് വായിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ അടിമത്തം നിരോധിക്കപ്പെട്ടു, സംഗതിയൊക്കെ ശരിയാ. ആ അടിമത്ത നിരോധനം എങ്ങനെയാണ് കൊടും പട്ടിണിക്കും മില്യൺ കണക്കിന് മനുഷ്യരുടെ മരണത്തിനും കാരണമായത് എന്ന് വിവരിച്ചുകൊണ്ടാണ് പത്രം അതിന് റിവ്യൂ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ലോക പ്രശസ്തമായ പത്രമാണ് ദി ന്യൂയോർക്ക് ടൈംസ്. ന്യൂയോർക്ക് ടൈംസിൽ ഇതേ സാധനത്തിന് എഴുതിയിട്ടുണ്ട്. അവരുടെ ടൈറ്റിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ലിബറേഷൻ ആസ് ഡെത്ത് സെന്റൻസ്. ചെറുതാ, ലിബറേഷൻ ആസ് ഡെത്ത് സെന്റൻസ്. അടിമത്ത വിമോചനം മരണവിധിയായി മാറി. അയാൾ അടിമത്ത വിമോചന പത്രത്തിൽ ലിങ്കൺ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ ചാകാൻ എന്തായി ഒപ്പിട്ടു എന്ന അർത്ഥത്തിലായി. ഡെത്ത് സെന്റൻസ് ആയിരുന്നു ശരിക്കത്, മരണവിധിയായി പോയി. അപ്പൊ ഇത് നമ്മൾ മാത്രം പറഞ്ഞതല്ല, ലോകം മുഴുവൻ അത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ കുത്തിയിരുന്നിട്ട് ഒരു വിവരമില്ലാതെ അമേരിക്ക എന്താണെന്നോ അമേരിക്കൻ്റെ ചരിത്രം എന്താണെന്നോ എന്തൊക്കെ സംഭവിച്ചെന്നോ ഒരു വിവരവും ഇല്ലാത്ത ചില ആളുകൾ മുഹമ്മദ് നബിയെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം, ഒന്ന് താഴ്ത്തിക്കെട്ടണം. അദ്ദേഹത്തിന് അടിമത്ത നിരോധനം ഒന്നും എന്തായില്ല, സാധ്യമായില്ല. സാധ്യമായിരുന്നെങ്കിൽ അദ്ദേഹം ഒറ്റ പ്രഖ്യാപനമാണ് പ്രഖ്യാപിക്കണ്ടേ, നാളെ മുതൽ അടിമകൾ ഉണ്ടാകരുത് എന്നൊക്കെ എന്നൊക്കെ വിളിച്ചു പറയാണ്. അപ്പോൾ വിവരമില്ലാത്തവരോട് സംസാരിക്കാൻ നമ്മളൊന്നുമില്ല. വിവരമില്ലാത്തവന്റെ വിവരങ്ങൾ കേട്ടിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താൻ നല്ലതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത്. ശരി, അപ്പോൾ അടിമത്ത നിരോധനത്തിന് കാരണമായ പ്രദേശം രണ്ടായി വിഭജിക്കപ്പെടുന്നു. തമ്മിൽ യുദ്ധം ചെയ്യുന്നു. 7,50,000 യുദ്ധത്തിൽ ചത്തൊടുങ്ങുന്നു. ശരിയല്ലേ? അപ്പോൾ രാജ്യത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല. സാമ്പത്തികമായി തകർന്നടിയുന്നു. എങ്ങനെ? സമ്പത്ത് നിലനിന്നത് അടിമകൾ തൊഴിലെടുത്തിട്ടായിരുന്നല്ലോ. ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടി അവിടെ നിരോധിച്ചപ്പോൾ പിന്നെ സാമ്പത്തികമായി അമ്പേ പരാജയപ്പെട്ടു. ആ വിഷയത്തിൽ മാത്രം നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അടിമത്ത നിരോധനം കൊണ്ട് അമേരിക്കയിലെ സാമ്പത്തിക പ്രതിസന്ധി എന്തൊക്കെയായിരുന്നു എന്ന് പഠനം നടത്തി നിരവധി പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് പഠിക്കേണ്ട ഒരു സാധനമാണ്. അടിമത്ത നിരോധനം അങ്ങനെയല്ല നിരോധിക്കേണ്ടത്. അല്ല, സ്വാതന്ത്ര്യം കൊണ്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയ അടിമകൾക്ക് എന്താ ഗുണമുണ്ടായത്? ആകെ ഉണ്ടായ 40 ലക്ഷത്തിൽ 25% എന്തായി? ക്യാമ്പിൽ കിടന്ന് ചത്ത് ഒടുങ്ങി. ബാക്കിയുള്ളവരിൽ പലതും പല രൂപത്തിൽ രക്ഷപ്പെട്ടതാ. എങ്ങനെയൊക്കെയോ. ഇത്രമാത്രം മനുഷ്യനെ കൊന്നിട്ടുണ്ടാക്കണമായിരുന്നോ? ഒരു നിരോധനം നടത്തണമായിരുന്നോ? അതല്ലാത്ത അതിൻ്റെ ഒരു ഈസി വഴി 1200 കൊല്ലം മുമ്പ് ഒരു പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അത് ചെയ്യായിരുന്നു. എത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. ഇരിക്കട്ടെ, അടിമത്തം നിരോധിച്ച ആളാരാ? അബ്രഹാം ലിങ്കൺ. ഏതായിരുന്നു ഡേറ്റ്? ഞാൻ പറഞ്ഞു 1863. 2 വർഷം കഴിയുന്നു. 1865 ഏപ്രിൽ മാസം 14-ാം തീയതി ഫോർഡ് തിയേറ്ററിൽ നാടകം കണ്ടുകൊണ്ടിരിക്കുന്നു അബ്രഹാം ലിങ്കൺ. പിറകിൽ നിന്ന് ഒരുത്തൻ വരുന്നു. ജോൺ വിൽക്സ് ബൂത്ത് എന്ന പേരുള്ള ഒരുത്തൻ വരുന്നു. തലക്ക് നോക്കി വെടിവെക്കുന്നു. ലിങ്കൺ മരിച്ചു പോകുന്നു. എല്ലാവർക്കും ഗുണം കിട്ടിയിട്ടുണ്ട്. എന്താ കാര്യം? ഇയാൾ എന്തിനാണ് അബ്രഹാം ലിങ്കനെ വെടിവെച്ചത്? അയാൾ തെക്കൻ സ്റ്റേറ്റുകാരനാണ്. നിരവധി കാരണങ്ങൾ അതിലുണ്ട്.
അതിൽ നല്ലൊരു സാധനം എന്താ വെച്ചാൽ ചാറ്റ് GPT ഇല്ലേ, ആ സാധനത്തിൽ വൈ വിൽക്സ് ബൂത്ത് അസാസിനേറ്റഡ് അബ്രഹാം ലിങ്കൺ എന്നൊരു ചോദ്യം അടിച്ചു കൊടുക്കുന്നു. അപ്പം അതിൽ ഉത്തരം വരും ചാറ്റ് GPT. ആ ഉത്തരം ജസ്റ്റ് ഞാൻ വായിക്കാം. ഇയാള് സ്ട്രോങ്ലി ഓപ്പോസിഡ് ലിങ്കൺസ് പോളിസീസ് എസ്പെഷ്യലി ദോസ് എയിംഡ് അറ്റ് അബോളിഷിംഗ് സ്ലേവറി. അബ്രഹാം ലിങ്കൻ അടിമത്തം നിരോധിച്ചു. ആ പോളിസിയോട് ശക്തമായ വെറുപ്പുള്ള ആളായിരുന്നു വിൽക്സ് ബൂത്ത് എന്ന് പറയുന്നയാള്. ഇഷ്യൂയിങ് ദ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ ഹാഡ് ഡിസ്ട്രോയിഡ് ദ സദേൺ വേ ഓഫ് ലൈഫ്. അടിമത്ത നിരോധനം വന്നതോടുകൂടി തെക്കൻ സംസ്ഥാനക്കാരുടെ ജീവിതം തന്നെ പറ്റി നഷ്ടപ്പെട്ടു പോയി. അവരുടെ സാമ്പത്തികമായി ഇടിഞ്ഞ് ആകെ പ്രയാസം വന്നു, അവർക്ക് നിൽക്കാൻ പറ്റിയില്ല. ഹാട്രഡ് ഫോർ അബോളിഷൻ, അടിമത്ത നിരോധനത്തോടുള്ള ശക്തമായ വെറുപ്പ് ഇതിന് കാരണമായിരുന്നു. സ്ട്രൈക്ക് എ ബ്ലോ ഫോർ ദ സദേൺ കോസ്, തെക്കൻ സംസ്ഥാനക്കാരുടെ വേണ്ടി ഒരു ഉഗ്രനടി അടിക്കുക എന്നൊക്കെ വിചാരിച്ച് കുറെ കാരണങ്ങൾ ചാറ്റ് GPT എഴുതി കാണിച്ചു തരും. മൊത്തം പരിശോധിച്ച് നോക്കിയാൽ അബ്രഹാം ലിങ്കൻ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ എന്ന് പറയുന്ന അടിമ നിരോധന ഉത്തരവിൽ ഒപ്പിട്ടു എന്നതുകൊണ്ട് അദ്ദേഹത്തോടുള്ള കടുത്ത വെറുപ്പ് മൂലം ഇയാള് തക്കം പാർത്ത് നിൽക്കുകയായിരുന്നു. ഇയാളൊരു നടനാണ് കേട്ടോ, നടനും കൂടിയാണ്. അതുകൊണ്ട് ഇയാൾക്ക് അവിടെയൊക്കെ തിയേറ്ററിൽ പ്രവേശനമുണ്ട്. വളരെ സിമ്പിളായിട്ട് അബ്രഹാം ലിങ്കൻ നാടൻ കണ്ടുകൊണ്ടിരിക്കുമ്പം വെടിവെച്ചിട്ട് എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. പുഷ്പം തന്നെ അല്ലേ ഇപ്പോൾ അല്ലേ? അബ്രഹാം ലിങ്കൻ വളരെ പുഷ്പമായിട്ട് എന്തായി? നിരോധിച്ചു. എവിടെയാണ് ഈ പുഷ്പം കിടക്കുന്നത്? നാട്ടിന് ഗുണമുണ്ടായോ? സ്വാതന്ത്ര്യം കിട്ടിയ അടിമകൾക്ക് എന്താണ് ഗുണമുണ്ടായത്? രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക അവസ്ഥയിൽ മാറ്റമുണ്ടായോ? അല്ല, നിരോധിക്കപ്പെട്ട പ്രസിഡന്റിന്റെ ജീവൻ പോലും ത്യജിച്ചിട്ടല്ലേ എന്ത് ചെയ്ത് നിങ്ങൾ പുഷ്പം ഉണ്ടാക്കിയത്? അതുകൊണ്ട് അത്തരം വാദഗതികൾ ഉന്നയിക്കാതിരിക്കുക. വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കൽ നല്ലതാണ്. മൗനം വിദ്വാന് ഭൂഷണം എന്ന് മലയാളത്തിൽ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്. അറിവുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. മുഹമ്മദ് നബിയെ ഒന്ന് അടിക്കാൻ എന്താണ് വഴി എന്നാലോചിച്ച് നടക്കുക. എന്നിട്ട് കണ്ണ് കാണുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചങ്ങോട്ട് പറയാം. ബാക്ക്ഗ്രൗണ്ടും അറിയില്ല, ഫോർഗ്രൗണ്ടും അറിയില്ല, ഒന്നും അറിയില്ല. ഇത്രയും വിവരം കെട്ട കുറെ ആളുകൾ. പക്ഷേ ഈ വിവരം കെട്ട ആളുകൾ പറയുന്നത് കേൾക്കാനും ആ കേട്ടതിനനുസരിച്ച് കൈകൊട്ടാനും ഒക്കെ കുറെ ആൾക്കാരുണ്ട്. അത് കേട്ടില്ല നിങ്ങൾ? ഈ വിവരം കിട്ടവന്മാർ എന്ത് പ്രസംഗിച്ചാലും കുറെ ആൾക്കാരെന്താവും? കൈകൊട്ടും. അതിന്റെ അർത്ഥം അടിമത്തം ഇപ്പോഴും നിരോധിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ഏത് വിവരം കിട്ടവൻ എന്ത് പറഞ്ഞാലും അത്രയും അടിമത്ത മനോഭാവമുള്ള കുറെ ആൾക്കാരെ മുന്നിലിരുത്തിയിട്ടാണ് ഇവര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ നേരത്തെ 1400 കൊല്ലം മുമ്പ് ഇതൊക്കെ എന്തായി അവസാനിപ്പിച്ചതാണ്. ഇപ്പോഴും യുവന്മാർക്ക് കുറെ അടിമകളുണ്ട്, കൈയടിക്കാനും ഹായ് വിളിക്കാനും ഒക്കെ ആയിട്ട്. ഇരിക്കട്ടെ, മൊത്തത്തിൽ അമേരിക്കയിലെ അബ്രഹാം ലിങ്കന്റെ അടിമത്ത നിരോധനം അതൊരു പുഷ്പവും ആയിരുന്നില്ല. എല്ലാവർക്കും നഷ്ടവും നാശവും മാത്രമാണ് അത് വിതച്ചിരുന്നത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ശരി, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അബ്രഹാം ലിങ്കന്റെ വധം ഉൾപ്പെടെയുള്ള എല്ലാം സംഭവിച്ചു. എന്നിട്ട് അടിമത്തം നിരോധിക്കപ്പെട്ടോ അമേരിക്കയിൽ? അല്ല, അങ്ങനെയുള്ള വിചാരിക്കുക. അടിമത്തമൊക്കെ അതോടുകൂടി എന്തായി? അവസാനിച്ചു. അബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ്. അയാൾ മരിച്ചതോടുകൂടി അടുത്ത പ്രസിഡന്റ് വരുമല്ലോ. പ്രസിഡന്റ് നമ്പർ 17, പേര് ആൻഡ്രൂ ജോൺസൺ. ആൻഡ്രൂ ജോൺസന് സ്വന്തമായി അടിമകൾ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ലിങ്കൻ എന്താ ചെയ്ത്? അല്ല, ലിങ്കൻ ഒപ്പിട്ടു, കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോ എല്ലാവർക്കും അറിയാം. പത്രത്തിൽ ഒപ്പിട്ടു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അത് അടിമത്തം ഒഴിവാക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അടിമത്തം സ്വന്തമായി അടിമകളെ വെച്ച് നടന്നുകൊണ്ടിരുന്ന ഒരുത്തനെ പിടിച്ചെന്തായി 17ാമത്തെ പ്രസിഡന്റ് ആക്കിയിട്ട് വെക്കുകയും ചെയ്തു. പോയില്ലേ മാർക്ക് മുഴുവൻ. പിന്നീട് 1865 ഡിസംബർ 6-ാം തീയതി അമേരിക്കയുടെ ഭരണഘടനയിൽ 13ാമത് ഭേദഗതി ഉണ്ടാക്കി. 13th അമെൻമെന്റ്. അത് അമേരിക്കൻ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയുടെ കീഴിലുള്ള ഒരു സ്റ്റേറ്റിലും ആരും അടിമകളെ എന്താകരുത്, വെക്കരുത് എന്ന് പറയണ യഥാർത്ഥത്തിൽ അടിമത്ത നിരോധനം എന്ന് പറയുന്ന പ്രഖ്യാപനം ഭരണഘടനയൊക്കെ തിരുത്തിയിട്ട് വരുന്നത് 1865. അതിനുശേഷം അമേരിക്കയിൽ അടിമത്തം ഉണ്ടോ ഇല്ലേ എന്നൊന്നുമല്ല പറയണത് കേട്ടോ. അത് നമുക്ക് വേറൊരു സമയത്ത് ഉണ്ടാകാം.
പറയാ അടിമത്തം മുഴുവൻ നിരോധിക്കപ്പെട്ടുവോ? ഒരു തരത്തിലുള്ള അടിമത്തവും അമേരിക്കയിൽ ഇല്ല എന്നാണോ ഈ പറയണ അർത്ഥം? ഇതൊന്നുമല്ല. ഇതിന്റെ ആദ്യത്തെ ഉദ്ദേശം നമുക്കറിയാം. ഇതാ തെക്കൻ സംസ്ഥാനക്കാർക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് കഴിവുണ്ടൊക്കെ ഉണ്ടായിരുന്നു. അവരെ എങ്ങനെയെങ്കിലും ഇടിച്ച് തേക്കണമെങ്കിൽ അടിമകളെ എന്താക്കിയേ പറ്റൂ? നിരോധിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അവന്മാരെന്താവും? താഴെ പോവും. ഈ ഒരു ഉദ്ദേശം കൊണ്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. പിന്നീട് അതൊന്ന് ഡൈവേർട്ടായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അബ്രഹാം ലിങ്കന്റെ അടിമത്തം നിരോധനം ഗുണകരമായില്ല എന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. തെറ്റായിരുന്നു എന്ന് നമ്മൾ പറയില്ല. അടിമത്ത നിരോധനം തെറ്റാണ് എന്ന് ഒരു മുസ്ലിമിന് പറയാൻ ഒരിക്കലും കഴിയില്ല. അടിമത്തം പാടില്ല, അത് വേണ്ടതല്ല. അത് ഏത് തരത്തിൽ, എങ്ങനെ, ഏതൊക്കെ രീതിയിൽ ഇസ്ലാം അതിനെ എങ്ങനെ കാണുന്നു, അത് വേറൊരു സബ്ജക്റ്റാണ്. അത് വേറെ സെഷനിൽ ചെയ്യേണ്ടതാണ്. ഇസ്ലാമികമായ കാര്യങ്ങളൊന്നും നമ്മൾ ഇന്ന് സംസാരിക്കുന്നില്ല. ഇന്ന് അബ്രഹാം ലിങ്കന്റെ അടിമത്ത നിരോധനം പുഷ്പമായിരുന്നുവോ എന്ന് മാത്രമേ എന്തായുള്ളൂ നമ്മളൊന്ന് പരതി നോക്കിയിട്ടുള്ളൂ. ശാസ്ത്രീയമായ മാർഗം ഉപയോഗിച്ചാണ് അടിമത്തം നിരോധിക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ മാർഗം എന്തായില്ല, പ്രയോഗിക്കാതെ പെട്ടെന്ന് ഒരൊറ്റ അടിക്ക് നിരോധിക്കാനുള്ള ശ്രമമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ രാജ്യം മുഴുവനും തകർന്നു. ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യർ അതിൻ്റെ പേരിൽ മരിക്കേണ്ടി വന്നു. വെട്ടിയും കുത്തിയും ചാവേണ്ടി വന്നു. ഈ ഒരവസ്ഥയിലേക്ക് ആണ് അമേരിക്കയിലെ അടിമത്ത നിരോധനം ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു ആഭ്യന്തര യുദ്ധവും നടക്കാതെ, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കാതെ, കൊടും പട്ടിണിയോ മഹാമാരിയോ ലോകത്തിന് സംഭവിക്കാതെ വളരെ ശാന്തമായ ഒരാൾ 1400 കൊല്ലം മുമ്പ് അടിമത്തം എന്ത് ചെയ്തു? നിരോധിച്ചു. അതിൻ്റെ വേരടക്കം മറുത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അയാളുടെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹുവിൻ്റെ ദൂതനാണ്. അത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നില്ല. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു.